ഈ മഹാസ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഈ മഹാസ്നേഹത്തിനായി നന്ദി. ഇതൊന്നും തിരിച്ചറിയാതെ ഇരുളിൽ കുരുടന്മാരായിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ പുത്രനായ ക്രിസ്തയേശുവിലൂടെ കാഴ്ച നൽകി അങ്ങയുടെ ചിന്തകൾ ഞങ്ങളെക്കുറിച്ചുള്ളത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങിലേക്ക് ഞങ്ങളെ ഒന്നാക്കുന്നതിനായി നന്ദി. അതിനായി അങ്ങ് ഞങ്ങളിൽ ഒരുക്കിയ ഓരോ ജീവിത മുഖാന്തരങ്ങൾക്കായി നന്ദി. പ്രിയ നല്ല പിതാവേ, ഞങ്ങളുടെ ശത്രുവായ ഞങ്ങളുടെ സ്വയത്തെ ഞങ്ങളിൽ നിന്നും മാറ്റി സ്വയത്തെ കീഴടക്കി അങ്ങ് ഞങ്ങളുടെ തലയാകുവാൻ ക്രിസ്തുവിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹാപദ്ധതിക്ക് മുമ്പാകെ, സ്നേഹത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. ഈ ഹോളിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ച വെറുതിയിൽ അങ്ങയെ ശ്രവിക്കുന്ന മക്കളെ ഏവരെയും ഏൽപ്പിക്കുന്നു. അങ്ങ് ഹൃദയം തുറന്നു കൊടുക്കാതെ ആർക്കും മനസ്സിലാകില്ല. അവരുടെ മുമ്പിൽ അവരുടെ മലകൾ അവരുടെ ഭൂമിയിലെ വിഷയങ്ങളാണ്. എന്നാൽ ആ വിഷയങ്ങൾ ഓരോന്നും അങ്ങ് ഞങ്ങളെ അങ്ങിലേക്ക് നയിക്കുന്ന ഡീവിയേഷനുകളാണ്, തിരിച്ചയക്കുന്ന പദ്ധതികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങിലേക്ക് എത്തിച്ചേരുവാൻ മക്കളെ അങ്ങ് സഹായിക്കണമേ. ഈ ജനത്തെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയുടേത് മാത്രമല്ല, ഉപയോഗിച്ചാട്ടെ ഇഷ്ടമുള്ള രീതിയിൽ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. വളരെ ശ്രദ്ധയോടെ ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നിങ്ങളുടെ പള്ളികളിലോ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ കേൾക്കുന്നത്. പകരം സ്വർഗത്തിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഭൂമിയിൽ കേൾക്കുന്നത്. ഒരു ദൈവ പൈതലെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത് മനോരമയിലെയോ മംഗളത്തിലെയോ യൂട്യൂബിലെയോ കാര്യങ്ങൾ പറയുന്ന ആളല്ല. സ്വർഗത്തിൽ കേൾക്കുന്നത് ഭൂമിയിൽ പറയും. യേശു അങ്ങനെയായിരുന്നു. യേശുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എൻ്റെ അപ്പൻ സ്വർഗത്തിൽ എന്തു പറയുന്നു അത് ഞാൻ ഭൂമിയിൽ പറയും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഒരു പാട്ട് പാടിയത്. സ്വർഗത്തിൽ പാടുന്ന ഒരു പാട്ട് ഞങ്ങൾ കേട്ടേ. അത് ഭൂമിയിലുള്ളവർ കേൾക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ വീണ്ടും ജനിച്ചവർ കേൾക്കാൻ പറ്റും. ഭൂമിയിൽ അതേ പാട്ട് ഏറ്റു ഞങ്ങൾ പാടും. കണ്ടോ, ഇതാണ് ദൈവ പൈതൽ. ഇത് വെച്ച് നമ്മളെ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ യേശുവിൻ്റെ വംശമാണോ അതോ ഭൂമിയിൽ ആദത്തിൻ്റെ വംശമാണോ എന്ന്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്, ദൈവം എന്ത് ചെയ്യുന്നു അതിലെത്താൻ നാം എന്ത് ചെയ്യണം. ദൈവം എന്ത് ചെയ്യുന്നു, അതായത് നമ്മളിൽ ദൈവം എന്ത് ചെയ്യുന്നു അതിലെത്താൻ നാം എന്ത് ചെയ്യണം. ഇതൊരു വ്യക്തിക്ക് ലഭിക്കുന്നതിൻ്റെ പേരാണ് പ്രകാശം. പ്രകാശം. ഈ ലോകത്തിൽ പല ടൈപ്പ് പ്രകാശങ്ങളുണ്ട്, ഇല്ലേ? ദേ ബൾബിൻ്റെ പ്രകാശം, സൂര്യൻ്റെ പ്രകാശം. സൂര്യൻ്റെ പ്രകാശം ഏകദേശം 12 മണിക്കൂർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 12 മണിക്കൂർ ഒരു സ്ഥലത്ത് ഓഫായിരിക്കും. സൂര്യൻ ഓഫാകുന്നില്ല, പക്ഷേ ആ ഏരിയ ഓഫായിരിക്കും. അപ്പോൾ ഇത് ഭൂമിയിലെ കാര്യമാണ്. എന്നാൽ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ ഭൂമിയിലുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. ലോകത്തിൽ, അതായത് പൈശാചിക ലോകത്തിലുണ്ട്. വീണ്ടും ജനിച്ചവനാണെങ്കിൽ ദൈവരാജ്യത്തിലുണ്ട്. പൈശാചിക ലോകത്ത്, അതായത് ലോകത്തിൽ
നമ്മൾ 24 മണിക്കൂർ ഇരുട്ടില്ല. ഭൂമിയിൽ 12 മണിക്കൂർ സൂര്യന്റെ വെളിച്ചത്തിലാണ്, 12 മണിക്കൂർ ഇരുട്ടില്ല. പൈശാചിക ലോകത്തിൽ 24 മണിക്കൂർ നമ്മൾ ഇരുട്ടില്ല. പക്ഷെ നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇനി വീട് ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗം ആത്മാവ് 24 മണിക്കൂറും വെളിച്ചത്തില്ല. ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇത് കേൾക്കണമെങ്കിൽ വീണ്ടും ജനിച്ചവരുടെ, സ്വർഗത്തിൽ ജീവിക്കുന്നവരുടെ, യേശുവെ പോലെയുള്ള യേശുവിൻ്റെ വംശത്തിൻ്റെ കൂടെ നടന്നാൽ ഇത് കേൾക്കാം. ഹല്ലേലൂയ. ഒന്നുകൂടി പറയാം. ഒരു മനുഷ്യന് 3 ഭാഗങ്ങളുണ്ട്: ആത്മാവ്, ദേഹി, ദേഹം. ആര് പറഞ്ഞു? ബയോളജി പുസ്തകമല്ല, വിശുദ്ധ ബൈബിളിലെ വചനം പറയുന്നു. ഇനി ഈ 3 ഭാഗവും 3 ലോകങ്ങളിലാണ്. അതിലൊന്ന് ഭൗതിക ലോകത്താണ്, ഭൂമിയിലാണ്. അവിടെയാണ് സൂര്യനുള്ളത്, ചന്ദ്രനുള്ളത്. അവിടെ നമ്മുടെ ശരീരം 12 മണിക്കൂർ സൂര്യന്റെ വെളിച്ചത്തിലും 12 മണിക്കൂർ ഇരുട്ടിലുമാണ്. അപ്പോഴാണ് ആ ഇരുട്ടിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ കുറച്ച് നേരം രാത്രി 9-10 മണി വരെയും ബൾബൊക്കെ കത്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ദേഹി, നമ്മുടെ സോൾ 24 മണിക്കൂറും ഇരുട്ടിലാണ്, പൈശാചിക ലോകത്താണ്. അതിൻ്റെ പേരാണ് ലോകം. ലോകം വേറെ, ഭൂമി വേറെ. നമ്മളത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്, നമുക്കറിയാത്തതുകൊണ്ടാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ കാണുന്ന സ്ഥലമാണ്, ലോകം എന്ന് പറഞ്ഞാൽ കാണാത്ത സ്ഥലമാണ്, അദൃശ്യമാണ്. ലോകം നമ്മുടെ ദേഹിയിലാണ്, നമ്മുടെ സോളിലാണ്. അവിടെ മൊത്തം ഇരുട്ടാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അന്ധകാരത്തിൽ നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് സൂര്യൻ ഉദിച്ചില്ലെന്നല്ല, സൂര്യൻ ഉദിക്കുന്നുണ്ട്, അത് ഭൂമിയിലാണ്, അത് ശരീരമാണ്, ബോഡിയാണ്. എന്നാൽ നമ്മുടെ സോള് 24/7 ഇരുട്ടില്ല, ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ധൂർത്തപുത്രന് സുബോധമില്ലായിരുന്നു എന്ന്. ഒരു ബോധവുമില്ല. അതായത് എന്താണ് സംഭവിക്കുന്നതെന്നും ഞാൻ എന്ത് ചെയ്യണമെന്നും അവനറിയില്ല. സുബോധമില്ല, സോൾ ഇരുട്ടില്ല. പിന്നെ ഇരുട്ടിന് കട്ട പിടിപ്പിക്കുന്ന, ആ ഇരുട്ടിലിരിക്കുന്ന അവൻ്റെ കണ്ണ് കെട്ടുന്ന, നിങ്ങൾ കണ്ണ് കെട്ടി കളിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഞാൻ കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. കണ്ണ് കെട്ടും, എന്നിട്ട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ എന്തൊരു വട്ടം എന്തൊക്കെ എറി, ഞാൻ മറന്നുപോയത്. എന്നിട്ട് അമ്മ റൈറ്റ് റൈറ്റ് ഇല്ല, ഇങ്ങനെ ഒരു കളിയൊക്കെ ഉണ്ട്, ഞാൻ മറന്നുപോയി. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഓ, നിങ്ങളൊന്നും കേരളക്കാരൊന്നും ആയിരിക്കത്തില്ല. ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്ന, ദൈവത്തിൻ്റെ വചനം പറയുന്ന അവൻ കുരുടനാണ്. മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ ഇരുട്ടിലാണ്, കുരുടനുമാണ്, ഇരുട്ടിലുമാണ്. പിന്നെ അവൻ്റെ കണ്ണും കെട്ടി. കണ്ണ് കെട്ടുന്ന ആ റിബണില്ലേ, സാധാരണ തോർത്തുമുണ്ടോ എന്തും കൊണ്ടൊക്കെ കെട്ടുന്നതെന്ന് തോന്നുന്നു. ആ റിബണിൻ്റെ പേരാണ് നമ്മുടെ സ്വയം, ഞാൻ. മനസ്സിലായോ? നമ്മുടെ ഏറ്റവും അടുത്ത ശത്രുവാണിവൻ. ഇവന് പാലൂട്ടി വളർത്തുന്നത് വേറെ ആരുമല്ല, നാം തന്നെയാണ്. ഇവനെ പാലൂട്ടി വളർത്തുന്നത് നാം തന്നെയാണ്. അപ്പൊ ഈ ഇത്രയും സ്റ്റേജ് ഒരുമിച്ച് നിൽക്കുക, ശക്തമായി കിടക്കുക, മുപ്പരിച്ചരട് പോലെ. ഒന്ന് ഇരുട്ടിലാണ്, 2 അവൻ കുരുടനാണ്, 3 ഇരുട്ടിലും കുരുടനായ കണ്ണും കൂടി അങ്ങ് കെട്ടി. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് മനുഷ്യന്റെ ദേഹിയാണ്, സോളാണ്. ഇനി നിങ്ങൾ വീണ്ടും ജനിച്ചാൽ നിങ്ങളുടെ ആത്മാവ് 24 മണിക്കൂറും വെളിച്ചത്തിലാണ്, ദൈവരാജ്യത്തിലാണ്. അവിടെയാണ് പുതിയ സൃഷ്ടി വർക്ക് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് നമ്മൾ പയ്യെ എത്തും. കാരണം ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായാലും കുഴപ്പമില്ല, നിങ്ങൾ ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം അങ്ങ് പൊക്കോ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തെളിയിച്ചു തരും. മാത്രമല്ല, ഇതെല്ലാം ഓൺലൈനിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കാണാൻ, കേൾക്കാൻ, മനസ്സിലാക്കാം. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളിൽ എന്താണ് ചെയ്യുന്നത്, അതിൽ ഭാഗവാക്കാകുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള അറിവ് ലഭിക്കുമ്പോഴാണ് സുബോധം എന്ന് പറയുന്നത്.
കാരണം മനുഷ്യന് സുബോധം എന്നൊരു സാധനമില്ല. ഇതുപോലെയാണ് ധൂർത്തപുത്രൻ്റെ കഥയിൽ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അപ്പോഴവന് സുബോധം വന്നിട്ട്. ധൂർത്തപുത്രനെ കുറിച്ച് പറയാം. ധൂർത്തപുത്രൻ വെച്ചാൽ മാനവരാശിയെക്കുറിച്ച് പറയണേ കേട്ടോ. അപ്പോഴവന് സുബോധം വന്നിട്ട് അവനോടനെ ചിന്തിച്ചത് അവൻ്റെ അപ്പനെക്കുറിച്ചും അപ്പൻ്റെ വീട്ടിലേക്കുറിച്ചും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ സുബോധം വന്നാൽ എന്നാ ചിന്തിക്കും? അപ്പനെക്കുറിച്ച്, അപ്പൻ്റെ വീടിനെക്കുറിച്ച്, അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച്. എന്താ പറഞ്ഞേ? സുബോധം വന്നാൽ എന്നാ ചിന്തിക്കും? അപ്പനെക്കുറിച്ച്, അപ്പൻ്റെ വീടിനെക്കുറിച്ച്, അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച്. പള്ളിയിലുള്ളവനോ? പള്ളിയിൽ ആരാധിച്ചാ കിട്ടും അല്ലേ? കിട്ടി കിട്ടി ഞാൻ പൊട്ടും. എന്നാ കിട്ടുന്നാ പറയണേ? അന്നവസ്ത്രാദി അന്നവസ്ത്രാദി സർവ നന്മകൾ അല്ലേ? കിട്ടി കിട്ടി അവസാനം നീ പൊട്ടും. യേശുക്രിസ്തു എന്നാ പറഞ്ഞേ? നശിച്ചു പോകുന്ന ഇതിന്റെ പിന്നാലെ പോകാതെ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്നതിന്റെ പിന്നാലെ പോ, അത് ഞാൻ നിങ്ങൾക്ക് തരാം, അതിനായി പിതാവ് എന്നെ മുദ്രയിട്ടിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ മക്കളുമല്ലോ? പക്ഷെ കുരുടന്മാർക്ക് ഇത് മതി, ഇരുട്ടിലിരിക്കുന്നവർക്ക് ഇത് മതി. ഏത്? ഈ പുഴു തിന്നുന്ന ഈ സാധനത്തിന്റെ അഭിവൃദ്ധി. ഇത് തൽക്കാലത്തേക്കേ ഉള്ളൂ, കുറച്ച് നാളത്തേക്ക് ഇതിനെ സൂക്ഷിക്കാനേ ഉള്ളൂ. അതിന് കഴിഞ്ഞ് ഇതില്ല, ഔട്ടാവും. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആ ഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ, റെഫറൻസ് പറഞ്ഞുകൊണ്ട്. ലൂക്കോസ് 15:17. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ശ്രദ്ധിച്ചേ, എൻ്റെ അപ്പോൾ സുബോധം വന്നിട്ട്. എന്തു വന്നു? അപ്പോൾ സുബോധം വന്നെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ എന്തില്ല? സുബോധം എന്ന് പറഞ്ഞ സംഭവമില്ല. മാനവരാശിയുടെ കാര്യമാണ് പറയുന്നത്. അവൻ കുരുടനാ, അവൻ ഇരുട്ടില, അവൻ്റെ കണ്ണ് കെട്ടിയിട്ടിരിക്കുക. 3 കാര്യങ്ങൾ ഒരുമിച്ച് കയറിയിരിക്കുക. ഒന്ന്, അവൻ കുരുടനാ. ഇതാ യേശുക്രിസ്തു പറയുന്നത്, കുരുടൻ. റജി ബ്രദറെ ഉറങ്ങരുതേ, ഞാൻ ഇറങ്ങി വന്ന് ചെവിക്ക് പിടിക്കും, ശ്രദ്ധിക്കുക. അവൻ കുരുടനാ. യേശു കർത്താവ് പറയുന്നു, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇതതിന് സംഭവിച്ചുകൊണ്ടിരിക്കണേ. കുരുടനെ വഴി നടത്തിയ ഇരുവരും കുഴിയിൽ വീഴും. 2, അവൻ ഇരുട്ടില. ഇതാണ് യേശു സുവിശേഷം അറിയിച്ചപ്പോൾ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഇരുട്ടിലിരിക്കുന്നവർക്ക് ഒരു പ്രകാശം ഉദിച്ചു. അപ്പൊ കുരുടൻ എവിടെ ഇരിക്കുക? ഇരുട്ടിലിരിക്കുക. 3, അവന്റെ കണ്ണ് കെട്ടിയിട്ടിരിക്കുക. എന്തുകൊണ്ട്? അവന്റെ സ്വയത്തെ കൊണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് നല്ലത് പറഞ്ഞു കൊടുത്താൽ ഉടനെ അവന്റെ സ്വയം അങ്ങ് എഴുന്നേക്കും, സമ്മതിക്കത്തില്ല. തിരുത്താൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ ആരുടെ മോനാ? ആദത്തിന്റെ മോനാ. ആദമേ, നീ അത് ചെയ്തോ? നീ തന്ന സ്ത്രീ സ്വയം ആക്ടിവേറ്റ് ചെയ്തോ? ഞാൻ ചെയ്തൊന്നും ഞാൻ പറയില്ല. നീ തന്ന സ്ത്രീ കിട്ടുക ഉടനെ 3ാമത്തെ കെട്ട്. ഇതാണ് ആദത്തിന്റെ മക്കൾ. ഞാൻ ഇരുട്ടി തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. നീ അത് തിരുത്താൻ വേണ്ടി വന്നില്ലേ? നിനക്കിടും താരാ ഒരു കുത്ത്? സ്ത്രീയെ തന്നതാരാ? സ്ത്രീയെ തന്നതാരാ? നീയല്ലേ? അതോട് ദൈവം വായടയ്ക്കും. മനസ്സിലായോ? ഇനി എന്നെ തിരുത്താൻ വരണ്ടാന്ന്, ഞാൻ ഈ ഇരുട്ടിലിരുന്നോളാം. ഉപ്പരിക്കെട്ടുമായി ഞാൻ ഈ ഇരുട്ടിലിരുന്നോളാം. ഹല്ലേലൂയ. അപ്പോൾ സുബോധം വന്നിട്ട്. അപ്പൊ ഇതിനു മുമ്പ് സുബോധമൊന്നും സാധനമില്ല, മൊത്തം ഇരുട്ടി കിടക്കുക. അവനോടനെ പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ വീട്. സുബോധം വന്നവൻ ആദ്യം ചിന്തിക്കണം അപ്പനെ കുറിച്ചാ. മനസ്സിലായ?
ഇന്നത്തെ ക്രിസ്തീയ സമൂഹം, എൻ്റെ സഹോദരങ്ങൾ, തെറ്റിപ്പോയ വലിയ തെറ്റെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം ഈ ജനത്തിന് കിട്ടിയിട്ടേയില്ല. അവർക്ക് ആകപ്പാടെ മനസ്സിലായത് ക്രിസ്തു വന്നു, ക്രിസ്തുവാണ് വലിയത്. ഇതുവരെ ഞങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാരെക്കാൾ വലിയ ദൈവം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാം, ഇനി ആ ദേവനെ ആരാധിച്ച് പ്രസാദപ്പെടുത്താം. ഈ യേശു ഇതിൽ എവിടെ അത് പറഞ്ഞേ? എൻ്റെ മക്കളെ ക്രിസ്ത്യാനികളെ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, യേശു ഈ ബൈബിളിൽ എവിടെ അത് പറഞ്ഞേ? നിങ്ങൾ എന്നെ ആരാധിച്ച് പ്രസാദപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? ഹവയിലൂടെ വ്യാപരിച്ച പിശാചാണോ? ആ സ്ത്രീയിലൂടെയാണ് ഈ മാനവരാശിക്ക് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. പക്ഷെ ആ സ്ത്രീക്ക് അത് അറിഞ്ഞും കൂടായിരുന്നു. എന്നെ പിശാച് ഉപയോഗിക്കുകയാണെന്ന് ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. പിശാചിന്റെ പ്രസംഗം കേട്ട് അവൾ വന്ന് തൻ്റെ ഭർത്താവിനെ ഇൻഡ്യൂസ് ചെയ്തു, അവനെ സ്വാധീനിച്ചു. മനെ, ഒരു മനുഷ്യനോ ഒരു സ്ത്രീയോ നിന്നെ സ്വാധീനിക്കാൻ ഇടയാകരുത്. ദൈവത്തിന്റെ വചനം മാത്രമാണ് നിന്നെ സ്വാധീനിക്കേണ്ടത്. അവിടെയാണ് സകല മാനവരാശിയും മരിച്ചുപോയത്, ആത്മാവിൽ മരിച്ചത്, കുരുടന്മാരായി തീർന്നത്. അവന് സുബോധമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഹവ്വ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവൾ ചതിക്കപ്പെട്ടു. അവൾ ചതിക്കപ്പെട്ടു. ആദമോ അവളുടെ പ്രസംഗം കേട്ട് അവളുടെ തലേണ മന്ത്രത്തിൽ വീണു. സകല മാനവരാശിയും പോയി. ഇന്നും പിശാച് അതേ തന്ത്രം കൊണ്ടാണ് വരുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പക്ഷെ കുരുടന്മാരാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. ഇരുട്ടിലിരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. കണ്ണ് കെട്ടിയിരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ പറയുകയാണ്, എൻ്റെ അപ്പൻ. അപ്പോൾ സുബോധം വന്നാൽ ആദ്യം എന്നെ പറയും എൻ്റെ അപ്പൻ. എൻ്റെ മോനെ മോളെ, നിനക്ക് ദൂരെ സുബോധം വന്നിട്ടുണ്ടോ? യേശു ക്രിസ്തു പ്രൊമോട്ട് ചെയ്യണം മൊത്തം ആരെയാ? പിതാവിനെയാ. നിങ്ങൾക്ക് എന്ത് തിന്നു, എന്ത് കുടിക്കൂ, എന്ത് ധരിക്കൂ എന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. പിതാവിനറിയാം. എടാ മോനെ, വകീസ, നിന്റെ കയ്യിലെ നഖം വെട്ടണമെന്ന് നിന്റെ തലക്കറിഞ്ഞൂടെ? നിന്റെ തലക്കറിഞ്ഞൂടെ? ഇതാ യേശുവും പറയുന്നേ. നീ ദൈവത്തിന്റെ ഒരു അവയവമാ. മനസ്സിലായോ? യേശു ദൈവത്തിന്റെ ശരീരമാ. ആ ശരീരത്തിന്റെ ഉള്ളിലെ അവയവമാ നീ. നിനക്ക് എന്തൊക്കെ വേണമെന്ന് തലയ്ക്കറിയാം. സ്വർഗസ്ഥ പിതാവ് തലയും യേശുക്രിസ്തു ശരീരവും ആ ശരീരത്തിലെ അവയവങ്ങളുമാണ് ഞാനും നിങ്ങളും. ഇതാ യേശു പറയുന്നത്, നിനക്ക് എന്തൊക്കെ വേണമെന്ന് നിന്റെ തലയ്ക്ക് അറിയാവുന്നതുപോലെ സ്വർഗസ്ഥ പിതാവിന് അറിയാം നിനക്ക് എന്തൊക്കെ വേണമെന്ന്. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ആ സ്വർഗസ്ഥ പിതാവിനോട് നിൽക്കാൻ പറ്റുമോ? അതിന് വേണം നീതി. ഏത് നീതി? ഞാൻ കറക്റ്റാ, എനിക്ക് കുഴപ്പമില്ല. ആ നീതിയല്ല. ദൈവം നമുക്ക്, നമ്മുടെ നീതി ഇല്ല, ദാനമായി ക്രിസ്തുവിലൂടെ തന്ന നീതി. പിന്നെ ആ നീതിയിൽ നമ്മൾ കറപ്റ്റ് ചെയ്യരുത്. ആ നീതിയിൽ വളരണം. പുറകിലേക്ക് പോകരുത്. അവർ ജഡത്തേനുസരിച്ച് ജീവിച്ചാൽ നീതിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അവർ മരിക്കുന്ന നിശ്ചയം. കാരണം വീണ്ടും മരണത്തോണിലേക്ക് മാറിപ്പോയി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയുക. തുടർന്ന് അവൻ പറയാണ്, അവന് മനസ്സിലായി, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ അവന് വെളിച്ചമുണ്ടായി, അവന് സുബോധം ഉണ്ടായി. എന്തിനാ മടങ്ങിപ്പോകുന്നേ? ഞാൻ മടങ്ങിപ്പോകുന്നത് അപ്പ ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണേന്ന് പറയാനാ. പക്ഷെ അപ്പൻ എന്നെ സ്വീകരിക്കുന്നത് വീണ്ടും അവകാശിയായിട്ടാ. ഈ മർമ്മം തിരിച്ചറിയണം. അപ്പൻ എന്നെ സ്വീകരിക്കുന്നത് വീണ്ടും അവകാശിയായിട്ടാ. ഹെയർ അഗെയിൻ. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡായിരിക്കും നിങ്ങൾ. വീണ്ടും അവകാശി. എപ്പോഴാ അവകാശം കിട്ടുന്നേ? ഒരു കുട്ടിക്ക് എപ്പോഴാ അവകാശം കിട്ടുന്നേ? വീട്ടില്. എന്താ ബെന്നി ബ്രദറെ, എപ്പോഴാ അവകാശം കിട്ടുന്നേ? പള്ളി പോകുമ്പോ അല്ലേ? പിന്നെ എന്തോ?
എപ്പോഴാണ് അവകാശം കിട്ടുന്നത് രതീഷ് ബ്രദറെ? ഒരു കുട്ടിക്ക് എപ്പോഴാണ് അവകാശത്തിലേക്ക് വരുന്നത്? ഞാൻ പറയാം, പുറകിലൊരു സഹോദരൻ പറഞ്ഞു, സഹോദരിമാർക്കൊരു അവസരം. ജനിക്കുമ്പോ അല്ലേ, ഒരു അപ്പന്റെ മകന് വീട്ടിൽ ജനിക്കുമ്പോഴാണ് അവകാശം, അല്ലേ അല്ലേ? പക്ഷേ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ശിശുവായിരുന്നാ പറ്റത്തില്ല. ഹല്ലേലൂയ. ശിശു സകലത്തിന്റെ അവകാശിയാണെങ്കിലും അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അവന് പ്രായപൂർത്തിയാകണം, പിടുത്തം കിട്ടിയ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അപ്പൻ അതിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല, അവൻ അവകാശിയാ. ഹെയർ അഗെയിൻ, വീണ്ടും അവകാശി. അതെപ്പോഴാ കിട്ടുന്നത്? വീണ്ടും ജനനം. വീണ്ടും ജനനം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. വീണ്ടും ജനനത്തിലൂടെയാണ് വീണ്ടും അവകാശിയാകുന്നത്. നമ്മളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാവുന്നത്, ക്രിസ്ത്യാനികൾക്ക് അറിയാവുന്ന കുറെ കഥകളാണ്. കാരണം അവർക്കിത് യാഥാർത്ഥ്യമാണെന്ന് അറിയത്തില്ല. ഒരിക്കലും ഒരു പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഒരു ചർച്ചിൽ വളരെ നല്ല രീതിയിൽ ആരാധിക്കുന്ന ഒരമ്മച്ചി, അന്യഭാഷയിലൊക്കെ ആരാധിക്കുന്ന ഒരമ്മച്ചി, ഭയങ്കര ഭക്തയാണ്. അപ്പൊ ഈ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പാസ്റ്റർ താൻ അടുത്തിടയ്ക്ക് ജെറുസലേമിൽ പോയതും ജെറുസലേമിൽ കണ്ട കാഴ്ചകളൊക്കെ വിവരിച്ചു. അപ്പൊ ആ കാഴ്ചയിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച തലയോടിടം എന്ന ഒരു സ്ഥലം, ഞാനിവിടെ പോയിട്ടുണ്ട്, കർത്താവിന്റെ കരുണയാൽ അതെല്ലാം കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. തലയോടിടം എന്ന് പറയുന്നൊരു സ്ഥലം, അത് ആ ഒരു മല തലയോട്ട് പോലെ ഇരിക്കണേ, നമ്മുടെ തലയുടെ ഇതുപോലെ ഇരിക്കണേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം, ക്രൂശിച്ച സ്ഥലം, യേശുവിനെ അടക്കിയ ഗുഹ, വലിയൊരു കല്ല്, അവനിവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് ഈ പാസ്റ്റർ അന്ന് ചർച്ചിൽ പ്രസംഗിച്ചു. അപ്പം ഈ അമ്മച്ചി, ഭക്തയായ അമ്മച്ചി, അന്യഭാഷയിൽ സ്തുതിക്കുകയും അതൊക്കെ ചെയ്യുന്നൊരു അമ്മച്ചി വണ്ടടിച്ചു. അമ്മച്ചി ഉടനെ എഴുന്നേറ്റിട്ട് ചോദിച്ചു, എൻ്റെ പാസ്റ്ററെ, അപ്പോൾ ഇതൊക്കെ വാസ്തവമാണോ? മനസ്സിലായോ? ഇതൊക്കെ വാസ്തവമാണോ? ദൈവമേ. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ സഹോദരിയുടെ വിശ്വാസം ശ്രദ്ധിച്ചോ? എന്തായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നേ? ഇതൊക്കെ ഒരു പുരാണ കഥ. അനേക പുരാണ പുസ്തകങ്ങൾ നമുക്കുണ്ട്, അതിലൊക്കെ പുരാണ കഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതുപോലൊരു കഥ. മനസ്സിലായോ? അപ്പൊ കഥയിലാണ് വിശ്വാസം പണിതത്. മക്കളെ, കഥയിൽ പണിയരുത്, ഇത് യാഥാർത്ഥ്യമാണ്. പലരും കഥയിൽ പണിയുന്നത് കൊണ്ടാണ് ഇവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. ഇത് യാഥാർത്ഥ്യമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവം എന്നിലൂടെ സംസാരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം എനിക്ക് ബോധമുണ്ട്, ഐ ആം എ ഗോഡ്സ് കാരിയർ, ഐ ആം എ ഗോഡ് സൺ ഇൻ ക്രൈസ്റ്റ്. ഞാൻ ദൈവത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. ഭൂമിയിൽ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ വ്യക്തമായ തിരിച്ചറിവോടുകൂടെയാണ് നിൽക്കുന്നത്. എൻ്റെ സ്വയത്തിൽ നിന്നൊന്നും വരേണ്ട ആവശ്യമില്ല. എനിക്ക് വരേണ്ടതെല്ലാം സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ക്രിസ്തുവിലുള്ള എന്നിലൂടെ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. എന്നെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒരു തലയുണ്ട്. ചെറുവിരൽ ഭാരപ്പെടുകയാ, നാളെ എൻ്റെ നഖം ആര് വെട്ടുന്നു. നീ ഭാരപ്പെടേണ്ട, നിന്റെ നഖം വെട്ടാൻ തലയുണ്ട്. ഹല്ലേലൂയ. തല കൽപ്പിക്കുമ്പോൾ വലത് കൈയും എല്ലാം ചേർന്ന് വന്ന് നിന്റെ നഖം വെട്ടിയിടും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ കാല്, നീ ഭാരപ്പെടേണ്ട, നിനക്കൊരു ആവശ്യം വന്നാൽ ഇതാ മറ്റവയവങ്ങളെല്ലാം കൂടി ചേർക്കപ്പെടും. ഏതവയവങ്ങൾ? ദൈവത്തിന്റെ കീഴിൽ നിൽക്കുന്ന അവയവങ്ങൾ. അല്ലാത്തത് നിന്നെ കല്ലെറിയും. ദൈവത്തിന്റെ കീഴിൽ നിൽക്കുന്നവർ ചേർന്ന് വരും. ഹല്ലേലൂയ. അല്ലാത്തവർ നിന്റെ നേരെ വിരൽ ചൂണ്ടും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ നിന്നോട് കൈകോർക്കും. ഹല്ലേലൂയ. വ്യക്തമായി ഇത് ഈ സംഭവം ഇത് കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ.
ഒരിക്കൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഇനി മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ ആരെയും കാണുന്നില്ല ഈ പ്രവാചകൻ. ഉടനെ ദൈവത്തിന്റെ അരുളപ്പാട്, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ അനുസരിക്കുന്ന പലരും ഈ പ്ലാനറ്റിന്റെ ഇവിടെയും അവിടെയൊക്കെ ഉണ്ട്. എന്റെ പ്രിയ മകനെ, നീ ഭാരപ്പെടേണ്ട. നിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നീ ഇട്ടാവട്ടം മാത്രമേ കാണുന്നുള്ളൂ, നിന്റെ ചുറ്റുപാട് മാത്രമേ കാണുന്നുള്ളൂ. ഹല്ലേലൂയ. ഈ ചുറ്റുപാട് കാണുന്നതൊക്കെ താൽക്കാലികമാണ്. നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ വീട്, നിന്റെ വണ്ടി, നിനക്കുള്ളത്, നിന്റെ സ്വാധീനം ഒക്കെ താൽക്കാലികമാണ്. എന്നാൽ കാണാത്ത നിന്റെ അപ്പൻ, നിന്റെ ജ്യേഷ്ഠനായ നിന്റെ കർത്താവായ യേശു കർത്താവ് ഒക്കെ നിത്യമാണ്. ആ കുടുംബത്തിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി അവിടെ നമ്മൾ ഒട്ടി നിൽക്കണം. അവിടെയാണ് നമുക്ക് വീണ്ടും അവകാശം. ഹെയർ അഗെയിൻ. ഹല്ലേലൂയ. നമ്മളെ അതിലേക്ക് വിളിക്കുകയാണ്, അതിലേക്ക് വിളിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് എൻ്റെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഇത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ധ്യാനിക്കരുത്. എനിക്ക് തിരിച്ചറിയില്ല നിങ്ങൾ ധ്യാനിക്കുവാണോ ഉറങ്ങുവാണോ എന്ന്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിരിക്കരുത്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ ഇരിക്കുക. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പൊ ധൂർത്തപുത്രന് അറിയില്ല എന്താ സംഭവിക്കണേന്ന്. മാനവകുലത്തിന് അറിയില്ല എന്താ സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് ക്രിസ്തുവിലൂടെ. നിന്നെ വീണ്ടും ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ അവകാശിയായി കൊണ്ടുപോവുകയാണ്. മനസ്സിലായോ? പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഒരു മൊട്ടുസൂചിയുടെ അറിവ് പോലും നിനക്കില്ല. നീ ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. നീ എന്തിനാണ് നിനക്ക് അറിഞ്ഞുകൂടാ. എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. മനുഷ്യനറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് പ്രായമാകുന്നു അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് ഞാൻ ബലഹീനമാകുന്നു അറിഞ്ഞുകൂടാ. എൻ്റെ ഒപ്പം സൃഷ്ടിച്ചതാ സൂര്യൻ, എൻ്റെ ഒപ്പം സൃഷ്ടിച്ചതാ ചന്ദ്രൻ. ഇവരാരും ബലഹീനമാകുന്നില്ല. ഞാൻ ബലഹീനമായിക്കൊണ്ടേയിരിക്കണം. ഞാൻ ബലഹീനമായിക്കൊണ്ടേയിരിക്കണം. എൻ്റെ മുടി നരയ്ക്കുന്നു, എൻ്റെ മുട്ട വളയുന്നില്ല, എൻ്റെ തൊലി ചുളുങ്ങുന്നു. സൂര്യന് ഒരു കുഴപ്പമില്ല, ചന്ദ്രന് ഒരു കുഴപ്പമില്ല. എൻ്റെ ഒപ്പം സൃഷ്ടിച്ചതാ എല്ലാവരെയും. അവര് 4-ാം ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ജൂനിയറാ, ഞാൻ 6-ാം ദിവസമാണ്. എന്നേക്കാൾ പ്രായമുണ്ട് അവർക്ക്. ശരിക്കും പറഞ്ഞാൽ ആ പ്രായം കൂടിയവരല്ലേ ആദ്യം വയസ്സാകണ്ടേ. അവർക്കോ വയസ്സും ആകണില്ല. അവർക്കൊരു പ്രശ്നവും ഇല്ല. സൂര്യന്റെ മണ്ണെണ്ണ ഇതുവരെ തീർന്നു പോയിട്ടുമില്ല, ഇതുവരെയും കേടായിട്ടുമില്ല. ഉറങ്ങല്ലേ കണ്ണേ, ഉറങ്ങല്ലേ. ശ്രദ്ധിച്ചേ, ഇതുവരെ നമ്മുടെ KSEB ബോർഡിൽ നിന്ന് സൂര്യൻ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് ആരും പോയിട്ടുമില്ല. ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ല. 12 മണിക്കൂറല്ല ഡ്യൂട്ടി, 24 മണിക്കൂറാണ് സൂര്യൻ്റെ ഡ്യൂട്ടി. നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞില്ലെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷെ പുള്ളിക്ക് റെസ്റ്റ് ഇല്ല. സൃഷ്ടിച്ച നാൾ മുതൽ ഇതുവരെ റെസ്റ്റ് ഇല്ല. ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ റെസ്റ്റ് എടുത്തും കഴിച്ചും റെസ്റ്റ് എടുത്തും ഒക്കെ ആയിട്ട് ഇതുവരെയും നിൽക്കാൻ പറ്റണില്ല, പോവുക. എന്തുകൊണ്ടാണെന്ന് മനുഷ്യൻ ചിന്തിക്കണില്ല. അവൻ ഇരുട്ടിലാണെന്നേ. മനുഷ്യൻ ഇരുട്ടില്ല, ചിന്തിക്കുന്നില്ല. ഇതുപോലെയാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. യേശു ക്രിസ്തു വായെ തുറന്നപ്പോൾ അവിടെ 17 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ 15 ഭാഗത്ത് താഴേക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരുന്ന ഇരുട്ടിലിരിക്കുന്നവർക്ക് ഒരു പ്രകാശം ഉദിക്കുകയാണ്. പ്രകാശം ഉദിക്കുക. സെബുലൂൺ ദേശവും നഫ്താലി ദേശവും എന്നും പറഞ്ഞുകൊണ്ട് ഒരു വചനം പറയുകയാണ്. വായിച്ചെടുത്തെങ്കിൽ 14 മുതൽ. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലിരിക്കുന്ന ജനം എവിടെ ഇരിക്കണേ?
ഇരുട്ടിലായിരിക്കണേ. അവർക്ക് അറിയില്ല, ഇരുട്ടിലായിരിക്കണേ. അതാ പറഞ്ഞ അവിടെ 24/7 ഇരുട്ടാ. നമ്മുടെ സോളിൻ്റെ മണ്ഡലം 24/7 ഇരുട്ടാ. ഇരുട്ടിലിരിക്കുക. അതായത് പിശാചിൻ്റെ രാജ്യത്താണ്. രാജ്യം പിശാചിൻ്റെ രാജ്യത്താണ്. ഹല്ലേലൂയ. ഇരുട്ടിലിരിക്കുകയാണ്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മനസ്സിലായോ? വലിയൊരു പ്രകാശം കണ്ടു. എന്താണ് ആ പ്രകാശം എന്ന് അറിയണ്ടേ? യേശുവിലൂടെയുള്ള സന്ദേശം. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കണം. യേശുവിലൂടെയുള്ള സന്ദേശം. നിങ്ങൾക്ക് അറിയാമോ, ഇപ്പോൾ യേശു ക്രിസ്തു അന്ന് ഭൂമിയിൽ വന്നിട്ട് 30 വർഷമായി. ശ്രദ്ധിച്ചു കേൾക്കണം. യേശു എങ്ങനെയാ പ്രകാശമാകുന്നേ? പലരും ഈ പ്രകാശം എന്ന് പറയുമ്പോൾ യേശു എന്ന് പറയും. പക്ഷെ സത്യമാണ്, യേശു ആണ് പ്രകാശം. പക്ഷെ അതിനു മുമ്പ് 30 വർഷം ജീവിച്ചിട്ട് എന്താ പ്രകാശമില്ലാഞ്ഞേ? യേശു ഭൂമിയിലുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാ പ്രകാശമില്ലാഞ്ഞേ? അന്ന് മുതലേ പ്രകാശം വന്നുള്ളൂ. എന്താ കാര്യം? അന്ന് മുതലാണ് യേശു പിതാവ് തനിക്ക് തന്ന സന്ദേശം പറയാൻ തുടങ്ങിയത്. മനസ്സിലായോ? പിതാവ് തനിക്ക് തന്ന സന്ദേശം പറയാനായിട്ട് തുടങ്ങിയത് അന്ന് മുതലാ. അതുകൊണ്ടാണ് അതിൻ്റെ 17 എഴുതി വെച്ചേക്കണേ. താഴെ അടുത്ത വാക്യത്തിലെ കാര്യം പറഞ്ഞത്, അന്ന് മുതൽ യേശു. അപ്പൊ എങ്ങനെയാ പ്രകാശം വരാൻ തുടങ്ങിയത്? അന്ന് മുതൽ. ഇത് ബൾബ് അവിടെ ഉണ്ട്, യേശു അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലെ കത്തണ സംഭവം ഉണ്ടല്ലോ, ഫിലമെന്റ് ഇലക്ട്രിസിറ്റി വരണ്ടേ, അത് കത്തുമ്പോഴാണ് പ്രകാശമാകുന്നത്. പിടുത്തം കിട്ടിയാ? ബൾബ് അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇതോ ഞാനിവിടെ വന്ന് നിൽക്കുന്നു, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വല്ല പ്രകാശം കിട്ടുമോ? ഒരു പ്രകാശമില്ല. പക്ഷെ ഞാൻ പറയാൻ തുടങ്ങിയാലോ ദൈവവചനം, പ്രകാശം, നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. 30 വർഷമായി യേശു അവിടെ ഉണ്ട്. ആർക്കൊരു പ്രകാശവും ഇല്ല. പക്ഷെ യേശു അന്ന് മുതൽ പിതാവ് ഏൽപ്പിച്ച സന്ദേശം പറയാൻ തുടങ്ങി. ലോകം, ആ ചുറ്റുമുള്ളവർ പ്രകാശിക്കാൻ തുടങ്ങി. വായിക്കേ. അന്നു മുതൽ യേശു. പറഞ്ഞേ, അന്ന് മുതൽ യേശു. മനസ്സിലായോ? അപ്പഴാ പ്രകാശം തുടങ്ങി. എന്താ പറയാൻ തുടങ്ങി? താഴേക്ക്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. ലൈറ്റ് കത്താൻ തുടങ്ങി. ലൈറ്റ് കത്താൻ തുടങ്ങി. മനസ്സിലായോ? ആ ബൾബ് കത്താൻ തുടങ്ങി. മാനസാന്തരപ്പെടുവേൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് എന്താ സംഭവിക്കാൻ പോണേ? നിന്റെ അപ്പൻ നിന്നോടുകൂടെ വാഴാൻ, നിന്നോടുകൂടെ ജീവിക്കാനുള്ള കാലം സമീപിച്ചു. എന്താ സംഭവിക്കണമെന്ന് മനസ്സിലായോ? ഇനി അടുത്തത്, നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടേണ്ട. 2 ചോദ്യത്തിന് ഉത്തരവായില്ലേ? എന്താണ് സംഭവിക്കുന്നത്? നീ എന്ത് ചെയ്യണം? ഇതൊരു മനുഷ്യൻ അറിയുന്നതാണ് വെളിച്ചം. എന്താണ് സംഭവിക്കുന്നത്? നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ജനം പ്രകാശിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. മറ്റത് ഇരുട്ടിലിരിക്കുക, അവർക്ക് അറിഞ്ഞുകൂടെ എന്താ സംഭവിക്കുന്നതെന്ന്. പിന്നെ എങ്ങനെയാ അവരുടെ അകത്ത് ചോദ്യം വരുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്ന്? ഹല്ലേലൂയ. എന്താണ് സംഭവിക്കുന്നത്? മോനെ, യു ആർ ഗോയിങ് ടു ബി ഹിയർ അഗൈൻ. നീ വീണ്ടും അവകാശിയാകാൻ പോകുന്നു. നിന്റെ അപ്പന്റെ വീട്ടിൽ അപ്പനോട് ഒരുമിച്ച് നീ താമസിക്കാൻ പോകുന്നു. നീ പള്ളിക്കാരനും മതക്കാരനും ആകാൻ പോകല്ലേ. നീ നിന്റെ അപ്പന്റെ വീട്ടുകാരനാകാൻ, അപ്പന്റെ മകനാകാൻ, അപ്പന്റെ കുടുംബമാകാൻ ഒരുങ്ങ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ബൈബിൾ അവസാനിക്കുക എങ്ങനെയാണെന്നറിയാമോ? ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഹിയർ അഗൈൻ. വീണ്ടും അവകാശി. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. എന്താണ് അവന്റെ അവകാശം? അവന്റെ അപ്പൻ. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഹിയർ അഗൈൻ. ഹല്ലേലൂയ. വീണ്ടും അവകാശി. വീണ്ടും അവകാശി. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ സംഭവം? കേട്ടിട്ടുണ്ടോ? എന്തോ ഒരു കഥ പോലെ തോന്നുന്നു ബ്രദറെ. വീണ്ടും അവകാശി. ഏതവകാശി? ഈ ഭൂമിയിലെ ഇട്ടാവട്ട ഭൂമിയുടെ കാര്യമല്ല ഈ പറയണേ. സ്വർഗത്തിലെ സ്വർഗീയ പിതാവിന്റെ അവകാശി.
ഭൂമിയിൽ കിട്ടുന്നതെല്ലാം ഇവിടം കൊണ്ട് തീരും, ശരീരം തീരുന്നതോടുകൂടി അതും തീരും. ഇത് നിത്യമായി കിട്ടുന്ന അവകാശമാണ്, ദൈവത്തിൻ്റെ അവകാശികൾ. ശ്രദ്ധിച്ചു കേൾക്കുക, ക്രിസ്തുവിൻ്റെ കൂട്ട് അവകാശികൾ. ക്രിസ്തുവിൻ്റെ അവകാശികളല്ല, ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികൾ. ഇത് പള്ളി പറയാൻ ബുദ്ധിമുട്ടാ, കാരണം ഇത് പള്ളി പറഞ്ഞ ഇതുവരെയും കെട്ടിയ കോട്ടാർ ഇടി താഴെ വീഴും. പള്ളിയിൽ നമ്മൾ എന്നാ പഠിപ്പിച്ചു വെച്ചേക്കണേ? ക്രിസ്തു അത്യുന്നതനായ ദൈവം അല്ലേ? വിശുദ്ധ ബൈബിൾ എവിടെയും കാണിച്ചു തരാമോ നിങ്ങൾക്ക്? സ്വർഗസ്ഥ പിതാവ് പറഞ്ഞെന്നറിയാം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. യേശു പറഞ്ഞെന്നറിയാമോ, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ. പിശാചി പറഞ്ഞെന്നറിയാമോ, നീ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. പത്രോസ് യേശു ചോദിച്ചു, ഞാൻ ആരെന്നാ ജനം പറയുന്നേ? ഉടനെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ലേ? ആരായത്? ക്രിസ്തുവാ. ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, ക്രിസ്തു അവകാശി, സ്വർഗസ്ഥ പിതാവ് ഉടമസ്ഥൻ. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് കൂട്ടവകാശികൾ. ഇതൊക്കെ വിശുദ്ധ ബൈബിൾ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുമ്പോൾ ഇതിന് വിപരീതമായി കേട്ടപ്പോൾ അത് അങ്ങനെ തന്നെ വിഴുങ്ങാൻ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരാ? നിങ്ങൾ വ്യക്തതയോടെ തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോയത്. എന്നിട്ട് അയാളെയും പേടിച്ച് ഇയാളെയും പേടിച്ച് മിണ്ടാതെ ഇരുന്ന് കല്ല് വിഴുങ്ങണവരെ പോലെ വിഴുങ്ങുക. അത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ആത്മീയ ആരോഗ്യമില്ലാത്ത. അയ്യോ, അത് പോയില്ലെങ്കിൽ അച്ഛൻ എന്നാ പറയാ? അയ്യോ, ആ പാസ്റ്റർ എന്നാ പറയും? ഇന്നലെയും കൂടി അന്വേഷിച്ചോളൂ. കല്ല് വിഴുങ്ങാൻ പോവാ. സത്യം അവിടെ പറയുന്നു, അതെടുക്ക്, നിന്റെ ഭാവിക്ക് നീ ഉത്തരവാദി. മത്തായി 7:21, 22, 23 ന്യായവിധിയാ. കൂട്ടത്തോടെ ദൈവദാസന്മാരെ യേശുവിനെ കർത്താവ് സ്വീകരിച്ചവരെയും കർത്താവ് ഗെറ്റടിക്കുക. ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അവർ പറയും ഞങ്ങൾ അങ്ങനെ കർത്താവ് സ്വീകരിച്ചു, ഞങ്ങൾ അങ്ങ് ഉയർത്തി. വേറെ കൂട്ടർ പറയും ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. ദൈവദാസന്മാരൊക്കെ കർത്താവ് ഗെറ്റ് ഔട്ട് അടി. ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ, അവകാശി. ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഏകദേശം 1600 വർഷങ്ങളോളം മാതാപിതാക്കന്മാർ താലോലിച്ചു കൊണ്ടുവന്ന സാധനമായി ഇത്. സ്വർഗസ്ഥ പിതാവ് ഇത് പറഞ്ഞിട്ടില്ല, യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല ഞാൻ അത്യുന്നതനായ ദൈവമാണെന്ന്. യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ. സ്വർഗസ്ഥ പിതാവ് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. പിശാചുക്കള് വ്യക്തമായി ക്രിസ്തുവിനെ അറിയാവുന്ന പിശാചുക്കൾ പറഞ്ഞു ഇവൻ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. വ്യക്തതയോടെ തിരിച്ചറിയുക യേശു ക്രിസ്തു അവകാശിയ. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഈ യേശുവിൻ്റെ കൂട്ടവകാശിയാകാൻ എന്നെ നിങ്ങളെ വിളിച്ചേക്കണേ. യേശു ക്രിസ്തുവിൻ്റെ പേരാണ് വചനം. യേശു ക്രിസ്തു ദൈവ കുടുംബത്തിലെ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ദൈവം തന്നെയാണ്. പക്ഷെ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് അല്ല, ആ അപ്പൻ്റെ മകനാണ്. സ്വർഗസ്ഥ പിതാവ് സകലതും പുത്രൻ മുഖാന്തരമാണ് ഉണ്ടാക്കിയത്. വചനം മുഖാന്തരം ഉണ്ടാക്കി. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവനെ സകലത്തിൽ ഓണറാക്കി എന്നല്ല, അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിച്ചാൽ മതി. വായിച്ചേ ഹെബ്രായ ലേഖനം 1:2. വചനം കൂടാതെ ഒന്നും വിശ്വസിക്കരുത്. വചനമേ വചനത്തിലേ പണിയാൻ പാടുള്ളൂ. ഇതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ പറഞ്ഞ വചനത്തിൽ പണിതാൽ നിങ്ങൾ നിലനിൽക്കും. തെറ്റായി പണിത് കൂട്ടി ഹവ്വ ആദത്തിൻ്റെ ഉള്ളിൽ പണിതതുപോലെ അങ്ങനെ പണിതിട്ട് കാര്യമില്ല, അതെല്ലാം ഇടിഞ്ഞു പോവുള്ളൂ. യേശു പറഞ്ഞു എന്നെ വചനത്തിൽ പണിതാൽ നിലനിൽക്കും, അല്ലെങ്കിൽ ഇടിഞ്ഞു താഴെ വീഴും. വായിക്കേ. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഹെബ്രായ ലേഖനം 1:2 വായിച്ചത് കേട്ടോ. എന്താ വായിച്ചേ? പുത്രൻ മുഖാന്തരം സകലത്തെയും ഉളവാക്കി. മുഖാന്തരം. എന്നിട്ട് പുത്രനെ ആരാക്കി വെച്ചു? സകലത്തിലും
അവകാശിയാക്കി വെച്ചു. ഞാൻ പറഞ്ഞതാണോ തെറ്റ്? ഞാൻ ബൈബിൾ എഴുതാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഇതുവരെയും പ്രസംഗകരുടെ പ്രസംഗം കേട്ടു. ബൈബിളിലുള്ളത് അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഈ പുത്രന്റെ പേരാണ് വചനം. മനസ്സിലായോ? നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? ലൂസി അല്ലേ? ലൂസിക്കും വചനമൊക്കെ ആയി തീരാം, പക്ഷെ വളരണം. ഇപ്പൊ ലൂസിയാ, ബീന, ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പേരുണ്ട്. ദേവപുത്രനായ ക്രിസ്തുവിന്റെ പേരെന്താ? വചനം. ക്രിസ്തു എന്ന് പറഞ്ഞ പേരല്ല, അതറിയാമോ നിങ്ങൾക്ക്? ക്രിസ്തു എന്ന് പറഞ്ഞ ടൈറ്റിലാ, അനോയിന്റഡ് വൺ. മനസ്സിലായോ? നിന്റെ പേരെന്താ? ഞാൻ എഞ്ചിനീയർ. അയ്യേ, അത് നിന്റെ പേരാണ്? അത് നിന്റെ പ്രൊഫഷനല്ലേ? നീ ആരാ? നിന്റെ പേരെന്താ? ഞാൻ CSI കാരൻ. ഞാൻ ചോദിച്ചത് നിന്റെ മതഗ്രൂപ്പല്ല, പേര്. നിന്റെ പേരെന്താ? യേശുവിൻ്റെ പേരാണ് വചനം. മനസ്സിലായോ? അതായത് ക്രിസ്തുവിൻ്റെ പേരാണ് വചനം. ആ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇട്ട മനുഷ്യന്റെ പേരാണ് യേശു. ഹല്ലേലൂയ. അത് സ്വർഗ്ഗം സജസ്റ്റ് ചെയ്ത് കൊടുത്തതാ. അവൻ നിങ്ങളെ നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടാം. അതിൻ്റെ അർത്ഥം രക്ഷകൻ. പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട രക്ഷിക്കുന്നവന് രക്ഷകൻ എന്ന് പറയുന്നു, ഇല്ലേ? ലക്ഷങ്ങളുള്ളവനെ ലക്ഷപ്രഭു എന്ന് പറയുന്നു. കോടികളുള്ളവനെ കോടീശ്വരൻ എന്ന് പറയുന്നു, ഇല്ലേ? കണക്കുകൾ നോക്കുന്നവനെ കണക്കപ്പിള്ള എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ അക്കൗണ്ടന്റ്, ഇല്ലേ? ദൈവത്തിന്റെ സകല വചനവും കൈകാര്യം ചെയ്യുന്നവനെ വചനം എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് 19 എഴുതി വെച്ചിരിക്കുന്നത് അവന്റെ പേർ. 19:13 ഞാൻ ചിന്തിക്കുന്നു, അവിടെ എഴുതിയിരിക്കുന്നു അവന്റെ പേർ ദൈവ വചനം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവന്റെ പേര് ദൈവവചനം വന്ന, പേര് ദൈവവചനം വന്ന. വായിച്ച്. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. മനസ്സിലായോ? അവൻ പേരെന്താ? ദൈവവചനം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവിനെ കുറിച്ച് പറയുന്നത് പേരെന്താന്ന് ചോദിച്ചാ യാഹ്വേ. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ അപ്പനെ ആരും, മക്കളാരും അപ്പനെ പേര് വിളിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പന്റെ പേര് ജോസഫ് എന്നാ. ജോസഫേ ജോസഫേ വിളിക്കോ? ഇല്ല. വിളിക്കാൻ എങ്ങനെയായിരിക്കും? പിതാവേ. മനസ്സിലായ അല്ലേ? പിതാവേ എന്നല്ല വിളിക്കണേ. യേശു ഭൂമിയിൽ വന്നിട്ട് അപ്പന് പേര് വിളിച്ചില്ല, മൊത്തം എന്താ വിളിച്ചേ? സ്വർഗസ്ഥനായ പിതാവ്, പിതാവ്, പിതാവ്. പക്ഷെ സ്തുതിക്കുമ്പോ എന്ത് ചെയ്യാം? പിതാവേ എന്ന് വിളിച്ച് സ്തുതിക്കാം. ജനറലായിട്ട് സ്തുതിക്കുമ്പോ യാഹ്വേ എന്ന് വിളിച്ച് സ്തുതിക്കാം. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ പുതിയ ഉടമ്പടിയിൽ യാഹ്വേ എന്നുള്ള പേരില്ല എന്നാ. നിങ്ങൾ പലപ്പോഴും എവിടെയൊക്കെ ഹല്ലേലൂയ എന്ന് പറയുന്നുണ്ടോ അവിടെയൊക്കെ പിതാവിനെ പേര് വിളിച്ച് സ്തുതിക്കുക. മനസ്സിലായോ? ഹല്ലേലൂയ എന്ന് പറയുന്നുവെങ്കിൽ യാഹ് എന്ന ദൈവത്തിന് ഹാലലുകൾ, സ്തുതികൾ ഉണ്ടാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയൊക്കെ ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ഈ സ്വർഗീയ പിതാവിനെ തന്റെ പേര് പറഞ്ഞാൽ സ്തുതിക്കണേ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മക്കളാരും അപ്പനെ പേര് വിളിക്കാറില്ല. ജോസഫേ ജോസഫേ വിളിക്കാറില്ല. പകരം പപ്പ, ഡാഡി, അപ്പച്ച ഇങ്ങനെയൊക്കെയല്ലേ വിളിക്കുക ഭൂമിയിൽ. ഇതേപോലെ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈ ഭൂമിയിലെ കുടുംബം പോലെ തന്നെയാണ് സ്വർഗീയ കുടുംബവും. എന്നെയും നിങ്ങളെയും ഇതാ ദൈവ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മക്കളായി ഗോഡ് ക്ലാസ്സിലാണ് വിളിച്ചേക്കണേ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ് ഞാനും നിങ്ങളും. അപ്പൊ എന്താണ് ഈ സംഭവിക്കണേ? എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുക. നമ്മളെന്താ ചെയ്യണേന്ന് അറിയാമോ? നല്ലൊരു പങ്കും കുരന്മാരായിട്ട് നമ്മുടെ പ്രശ്നം മാറാൻ വന്നേക്കുക. അതാണ് കാര്യം. പിന്നെ പ്രശ്നം ദൈവം ഉപയോഗിക്കുകയാണ്. കാരണം ഈ പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നീ എൻ്റെ അടുക്കൽ എത്തുള്ളൂ, അല്ലെങ്കിൽ നീ എത്തുവോ? മനസ്സിലാവുന്നുണ്ടോ? ധൂർത്തപുത്രന് വയറ് വിശന്നപ്പോഴല്ലേ അപ്പനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും സുബോധം ഉണ്ടാകാനൊക്കെ ഇടയായത്, അല്ലേ? അപ്പോൾ ഈ പ്രശ്നം വേറെ ഒന്നുമല്ല. പ്രശ്നം ദൈവം വിളിക്കുന്നു, അതാണ് പ്രശ്നം. ഇവിടുത്തെ കിട്ടിയ ഇനി വിളിച്ച് നീ അകത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആവും. നീ പ്രശ്നം സോൾവ് ആകാൻ അതിൻ്റെ കൂടെ ഓടി നടക്കും. പ്രശ്നം സോൾവ് ആകാൻ നീ ഓടി നടക്കും, നീ വട്ടം കറങ്ങി കിടന്നുണ്ട്.
പകരം നീ നിന്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പ്രശ്നം ഓട്ടോമാറ്റിക് സോൾവ് ആകും. ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ നിന്റെ അപ്പനത് സോൾവ് ആക്കി തരും. പിടുത്തം കിട്ടിയ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം വേറെ ഒരു രീതിയിലും നമുക്ക് സുബോധം തരാൻ പറ്റൂല. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ സുബോധം തരാൻ പറ്റുള്ളൂ. കാരണം നീ നേരത്തെ എൻ്റെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നീ ലോകത്തിലെ കാര്യങ്ങൾ കണ്ട്, ധൂർത്തപുത്രൻ ലോകത്തിന്റെ കാര്യങ്ങളെ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ നീ പോയി. ഇനി നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? നീ ഏത് നാട്ടിലാണ് അവിടെ ക്ഷാമം കൊണ്ടുവരണം. നീ ഏത് നാട്ടിലാണ് അവിടെ ക്ഷാമം കൊണ്ടുവരണം. ഹല്ലേലൂയ. ഒന്നില്ലെങ്കിൽ പണത്തിന് ക്ഷാമം കൊണ്ടുവരണം, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ക്ഷാമം കൊണ്ടുവരണം, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ക്ഷാമം കൊണ്ടുവരണം. അപ്പോൾ ഈ പണത്തിന് ക്ഷാമം വന്നാൽ നീ കടഭാരത്തിലേക്ക് ഓടും. അയ്യോ എന്നെ നിന്ന് വിടുവിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നീ എങ്ങോട്ട് തിരിയും? ദൈവത്തിങ്കിലേക്ക് തിരിയും. നിന്റെ ശരീരത്തിന് ആരോഗ്യത്തിന് ക്ഷാമോ, ആ ശരീരത്തിൽ ഒരു രോഗം വന്ന് തിരുത്താൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ ദൈവത്തിൽ ആശ്രയിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല, ഓടനെ തിരിയുന്നു. ഇവിടെ വെച്ചേ നമ്മുടെ സ്വയത്തിന്റെ ആ കൊടുമുടി ഇടിച്ച് പൊട്ടിക്കാൻ പറ്റും. സ്വയത്തിന്റെ കൊടുമുടി പൊട്ടിക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം നാം ചീർക്കും, സ്വയം ചീർക്കും. അത് അറിവാകട്ടെ. ഈ വചനം പറയുന്നു അറിവ് നിന്നെ ചീർപ്പിക്കുന്നു. ഇതാ നല്ല സ്റ്റൗട്ട് ബോഡിയുള്ള ഒരു പുരുഷൻ അവൻ നടന്നു പോകുമ്പോ ഇതാ അവൻ പോലും അറിയാതെ അവന്റെ തലയിൽ ഒരു ആരോഗ്യവാന ഫയൽമാന ഒരു സൗന്ദര്യമുള്ള സ്ത്രീ. അവളെ കാണുമ്പോൾ അവളുടെ ചിന്ത എല്ലാവരും എന്നെ നോക്കുന്നു. അവൾ പോലും അറിയാതെ അഹങ്കരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എനിക്ക് 5 അക്കമുള്ള ശമ്പളമുണ്ട് ഇന്ത്യയിൽ, ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിലും കൂടുതൽ ശമ്പളമുള്ള ഒരാള് അവൻ അറിയാതെ, അവൾ അറിയാതെ ചീർക്കും. എനിക്ക് എൻ്റെ ഭർത്താവിനേക്കാൾ വിദ്യാഭ്യാസമുണ്ട് എന്ന് ചിന്തിച്ച് നിഗളിച്ച് നിൽക്കുന്ന സ്ത്രീ, അവളുടെ കുടുംബം അധികം മുന്നോട്ടൊക്കെ പോകത്തില്ല. അധികം ദിവസം കഴിഞ്ഞതിന് മുമ്പ് അത് തകരും. അല്ലെങ്കിൽ ആ ഭർത്താവ് ഒരു അടിമയായിട്ട് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിലനിൽക്കും. അറിവ് ചീർപ്പിക്കും. എന്ത് വർദ്ധിച്ചാലും നമ്മുടെ സ്വയം അങ്ങ് ചീർക്കും. എന്നാൽ ചീർക്കാത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ദൈവവംശത്തിലേക്ക് മാറണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ എല്ലാത്തിനും ദൈവത്തിന്റെ സകലത്തിലെ അവകാശിയായി നിൽക്കുന്ന ആള് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ചീർക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ചീർക്കാൻ കഴിയുന്നത് ക്രിസ്തുവിനാണ്. പക്ഷെ ക്രിസ്തു പറയുന്നു എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയുക. ദൈവം നമ്മളെ വിളിക്കുകയാണ്. ദൈവം നമ്മളെ വിളിക്കുക. എബ്രായ ലേഖനത്തിൽ പറയുകയാണ് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പൊ എന്താ സംഭവിക്കണേ? നമ്മളെ വിളിക്കുകയാ, അപ്പനോടുകൂടെ ജീവിക്കാൻ നമ്മളെ വിളിക്കുകയാ. എടുത്തേക്കൊന്ന് വായിച്ചേ എബ്രായ ലേഖനം 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. കേട്ടോ, സഹോദരന്മാരോട് പറയാണ്, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാര്. ഈ ഓഹരി വിപണിയിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഭൂമിയിൽ ഓഹരി വിപണിയുണ്ട്. പല ഷെയർ കൊടുക്കാം. ICICIയുടെയോ ബ്രിട്ടീഷ് ബാങ്കിൻ്റെയോ അതോടൊപ്പം തന്നെ ടാറ്റയുടെയോ പല ഷെയറുകൾ നമുക്ക് എടുക്കാം, ഓഹരികൾ എടുക്കാം. ഇവിടെ പറയുന്നു ഇത് ഭൂമിയിലെ ഓഹരിയല്ല. ഭൂമിയിലെ ഓഹരിയൊക്കെ യുദ്ധം വരുമ്പോൾ താഴേക്ക് പോകും, അത് കഴിയുമ്പോൾ മുകളിലേക്ക് വരും, പിന്നെ താഴേക്ക് പോകും, കോവിഡ് വരുമ്പോൾ താഴേക്ക് പോകും, ഇല്ലേ? അങ്ങനെ ഇതങ്ങനെയല്ല, മുകളിലേക്ക് മാത്രമേ ഉള്ളൂ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ തിരിച്ചറിയുക. ഏത് വിളിക്ക് ഓഹരി? സ്വർഗീയ വിളിക്ക് ഓഹരി. അപ്പൊ ഓഹരി വേണ്ടേ? അത് അന്നവസ്ത്രായ നന്മകളല്ല, അതൊക്കെ അതിന്റെ ബൈ പ്രൊഡക്റ്റാ. അതിലേക്ക് ഫോക്കസ് ചെയ്യണം. സ്വർഗീയ വിളിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോ ഇത് എന്താണെന്ന് നാം വ്യക്തതയോടെ അറിയണം. എന്നിട്ട് നമ്മളുടെ മനസ്സിന് അന്തരം വരുത്തണം. ആ മനസ്സിന് അന്തരം വരുത്തുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഓഹരിയുടെ വർധന വരുന്നത്. മനസ്സിന് അന്തരം വരുത്തുക. ഹല്ലേലൂയ. അപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ മനസ്സിന് അന്തരം വരുത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ ലോകത്ത് നിന്ന് അകലാൻ തുടങ്ങും. നമ്മുടെ ഹൃദയം നമ്മൾ അറിയാതെ തന്നെ അകലും. അവൾ വ്യക്തമായ ബോധ്യം ഉണ്ടാകും. ഇത് ബോധ്യത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊന്നും ഓടത്തില്ല.
അവൾ വ്യക്തമായി നമ്മുടെ ലക്ഷ്യം മനസ്സിലായി. എന്നെ എവിടെയെങ്കിലും ഇട്ട് വട്ടം കറക്കുന്നൊരു സംഭവമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ബാംഗ്ലൂർ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങളിപ്പോൾ ഒരു അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നു. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നിങ്ങൾ ഏത് വണ്ടി കയറും? നിങ്ങൾക്ക് ബാംഗ്ലൂർ പോകണം. ആ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നിങ്ങൾ ഏത് വണ്ടി കയറും? അവിടെ ഇഷ്ടംമാതിരി വണ്ടി കിടക്കുന്നുണ്ട്. കുറേ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. അത് ഓടാത്തത് കൊണ്ട് അതിൻ്റെ ഡ്രൈവർ ആ വണ്ടിയിലുണ്ട്. ആ പുള്ളി ഇങ്ങനെ ലുങ്കിയൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്ന് പാട്ടൊക്കെ വെച്ച് വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ നല്ല പാട്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിരിക്കുമോ? നല്ല പാട്ടാണെന്നും പറഞ്ഞ് കാരണം ആ വണ്ടി ഓടുന്നില്ല. ഇതേപോലെ കുറേ എണ്ണങ്ങൾ നല്ല പാട്ടുള്ള ചർച്ചയിൽ കയറിയിരിക്കും. മനസ്സിലായോ? അവിടെ കയറിയിരിക്കുക. എൻ്റെ മോനെ, ഒരു ചർച്ച എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നൊരു വാഹനം പോലെയാ. നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കുക. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് വിളിക്കുക. കാരണം നിങ്ങളെ എവിടെ വിളിക്കുക? ഓഹരിക്കാരാ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. അപ്പൊ അങ്ങോട്ട് യാത്ര ചെയ്യണ്ടേ? ഇതാ ഇന്നലെ നിങ്ങൾ കേട്ടത്. പൗലോസ് പറയാണ്, ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറക്കുന്നു, മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളി, അതാണ് സ്വർഗീയ വിളി. ആ വിളിയിലേക്ക് ഞങ്ങൾ ലാക്കിലേക്ക് ഓടുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഓരോ പ്രാവശ്യവും ചർച്ചിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഫ്യൂവൽ അടിച്ചു തന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോഴപ്പോഴുള്ള ഭൂമിയിൽ കേൾക്കാത്ത ദൈവത്തിന്റെ വചനം തന്നുകൊണ്ടേയിരിക്കും. ഈ കിട്ടുന്ന വചനങ്ങൾ എന്ത് ചെയ്യുക? ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് ആ ഫ്യൂവൽ ഉപയോഗിച്ച് നിങ്ങൾ വീണ്ടും ഭൂമിയിൽ നിന്ന് ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ഹൃദയം യാത്രയാകണം. ശരീരം ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ, ഹൃദയം കൊണ്ട് യാത്രയാകണം. ഹല്ലേലൂയ. അല്ലാണ്ട് ഇവിടെ വട്ടം കൂടി ഇരുന്ന് ആണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിച്ചു, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിച്ചു, 3 ക്രിസ്തുസ്തുതി, ഒരു സങ്കീർത്തന വായന പതിവ് പോലെ, പിന്നെ വർഷത്തിലുള്ള ഒരു കൺവെൻഷൻ, ഒരു ക്രൂസൈഡ്, ഒരു ഉപവാസ പ്രാർത്ഥന ഏതെങ്കിലും പാസ്റ്റർ വിളിച്ച് പിന്നെ അവസാനിച്ചു. നോ, ഇതിലൊന്നും ഒതുങ്ങരുത്. ഞാൻ പറയും ഇതൊന്നും വേണ്ടെന്നല്ല, ഇതിലൊന്നും ഒതുങ്ങരുത്. കാരണം നിന്നെ വിളിച്ചത് സ്വർഗീയ വിളിയിലേക്കാണ്. ഹല്ലേലൂയ. സ്വർഗീയ വിളിയിലേക്ക് നിന്നെ വിളിച്ചത് വീണ്ടും അവകാശിയാകാനാ, വീണ്ടും ദൈവത്തിന്റെ മകനാകാനാ, വീണ്ടും അവകാശിയാകാനാ. നീ ഇവിടെ മനുഷ്യന്റെ മകനും മകളുവാ, അല്ലേ? ആണോ അല്ലയോ? വിളിച്ചത് എന്തിനാ? ദൈവത്തിന്റെ മകനാകാനാ. സ്വർഗീയ വിളിക്ക. പിടുത്തം കിട്ടിയോ? യേശുവിനെ തന്നത് പുതിയ മതം തുടങ്ങാനല്ല. നമ്മൾ യേശുവിനെ വെച്ച് പുതിയ മതം തുടങ്ങി. അന്ന് വരെ ഇങ്ങനത്തെ മതം ഉണ്ടായില്ല. വേറെ കുറെ മതങ്ങളായിരുന്നു. യേശുവിനെ കിട്ടിയപ്പോൾ പുതിയ മതം അങ്ങ് തുടങ്ങി. പലർക്കും ഉപജീവന മാർഗമായി. അത് യേശുവിനെ തന്നത് മതം തുടങ്ങാനല്ല, മനുഷ്യ മകളായ എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിന്റെ പുത്രന്മാരാകാനാ. അങ്ങനെയല്ല ബൈബിള് പറയുന്നേ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യോഹന്നാൻ 1:12 വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുക, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ ദൈവം അധികാരമേ കൊടുത്തിട്ടുള്ളൂ. ദൈവത്തിന്റെ മക്കളാകാൻ. അല്ലാണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ബെന്തക്കോസ്തുകാരനാകാനും കത്തോലിക്കനാകാനും CSI കാരനാകാനും ബ്രദറൻകാരനാകാനും തമ്മിൽ അടിയുണ്ടാക്കാനും അല്ല അധികാരം കൊടുത്തത്. യേശുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്ക്, ഏത് മരണമുള്ള മനുഷ്യൻ, നീ ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് സംഘടനയാകട്ടെ, ഏത് ഗ്രൂപ്പ് ആകട്ടെ, നിനക്ക് ദൈവത്തിന്റെ മകനാകാനുള്ള അധികാരം തന്നേക്കണേ. ഹെയർ അഗെയിൻ, വീണ്ടും അവകാശിയാകാനുള്ള അധികാരം തന്നേക്കണേ. വായിച്ച്. യേശുവിനെ കൈക്കൊണ്ട്. യോഹന്നാൻ 1:12. നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ നിങ്ങളുടെ ബൈബിളിൽ, നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തണം. എല്ലാവർക്കും നോട്ട് പുസ്തകം കിട്ടിയിട്ടില്ലേ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചു വാങ്ങുക. അതിൽ 1:12 എഴുതുക. ആദ്യം 1:12, എന്നിട്ട് പുറകിൽ എഴുതുക യോഹന്നാൻ. മനസ്സിലായോ? 1:12. അതായത് നിങ്ങൾ യോഹന്നാൻ എന്നൊക്കെ എഴുതി വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ 2:13 ആകും. അതിന് പകരം ആദ്യം 1:12 എഴുതിയിട്ട് പുറകെ യോഹന്നാൻ എന്ന് എഴുതുക. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആകും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഇന്റർവെൽ സമയമൊക്കെ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച സമയം, രാത്രിയിൽ ഭക്ഷണം കഴിച്ച സമയം, ഈ റെഫറൻസ് ഒക്കെ ബൈബിൾ തുറന്ന് നോക്കുക. അല്ലാണ്ട് അപ്പുറത്തെ സാവിത്രിയോടും ഇപ്പുറത്തെ ജോസഫിനോടും ചോദിക്കാൻ പോകരുത്. വിശുദ്ധ ബൈബിൾ തുറന്ന് നോക്കുക. അത് അങ്ങനെ തന്നെയോ ഒന്ന് ബെരോവിലുള്ളവരെ പോലെ ഉത്തമന്മാരാകുക. അങ്ങനെ ആകാത്തത് കൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പ്രശ്നം ഉണ്ടായത്. എല്ലാം ഔട്ട് ഓഫ് ട്രാക്കാണ്. ദൈവത്തിന്റെ ക്രമത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരുന്നില്ല.
പകരം മനുഷ്യന്റെ സിസ്റ്റങ്ങളിലേക്കാണ് ഓടുന്നത്. തന്ത്ര സിസ്റ്റങ്ങൾ, അവനവന്റെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ, അവനവന്റെ സിസ്റ്റങ്ങൾ ഉണ്ടാക്കാൻ. മനുഷ്യനുണ്ടാക്കുന്നതെല്ലാം ഇവിടെ തീരും. ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടത് എന്താണ്, നിന്റെ ഈ ആയുസിൽ ദൈവം നിന്നെ എന്തിനായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്, അത് നിനക്ക് ചേർന്ന് വരും. മനസ്സിലായോ? എല്ലാവർക്കും ഒരേപോലെയല്ല. അതായത് ചെറുവിരലിന് കാലിന്റെ സ്ട്രെങ്ത് കൊടുക്കണ്ട. ചെറുവിരലിന് കാലിന്റെ സ്ട്രെങ്ത് കിട്ടില്ല. ചെറുവിരലിന് അതിനാവശ്യമുള്ള സ്ട്രെങ്ത് കിട്ടുള്ളൂ. പക്ഷെ കാലിന് ദൈവം ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കും. കാരണം ഈ കാലാണ് ഇതിനെല്ലാം വായിച്ചുകൊണ്ട് പോകണ്ടേ. മനസ്സിലായോ? അപ്പൊ ചാന്തപ്പന് കിട്ടിയതുപോലെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അടുത്ത കരയിലുണ്ടാകരുത്. ഓരോരുത്തർക്കും ഓരോ രീതിയാ. ഹല്ലേലൂയ. കാലിന് കാണാനുള്ള യാതൊരു കഴിവും ദൈവം കൊടുക്കത്തില്ല. പക്ഷെ കണ്ണിന് കാണാനുള്ള കഴിവ് ദൈവം കൊടുക്കും. ചെവിക്ക് കാണാനുള്ള കഴിവ് ദൈവം കൊടുക്കത്തില്ല, കേൾക്കാനുള്ള കഴിവ് ദൈവം കൊടുക്കും. ഓരോരുത്തർക്ക് വിവിധങ്ങളായ ഗൃഹവിചാരക പദ്ധതികളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരാളുടെ അത് നോക്കി അസൂയപ്പെടേണ്ട. അസൂയപ്പെടുമ്പോൾ തന്നെ വീണ്ടും ദൈവത്തിൽ നിന്ന് അകലെയായി, ആ ദൈവനീതിയിൽ നിന്ന് അകലുകയായി. പിറുപിറുക്കരുത്. പിറുവിപ്പ് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവസന്നിധിയിൽ നിന്ന് അകലും. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഹല്ലേലൂയ. വായിച്ച യോഹന്നാൻ 1:12 കൂടെ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കേട്ടോ നിങ്ങള്? എന്തിനുള്ള അധികാരം തന്നെ? കത്തോലിക്കനാകാനാണോ? പെന്തക്കോസ്തുകാരനാകാനാണോ? CSI കാരനാകാനാണോ? പക്ഷെ നമ്മൾ ആരാ ആയത് ഇതുവരെ? കത്തോലിക്കനും മാർത്തോമക്കാരനും ബ്രദറൻകാരനും CSI കാരനും ഇല്ലേ, അങ്ങനെ പല പല കാരന്മാരായി. പക്ഷെ ദൈവവചനം എന്തിനുള്ള അധികാരം തന്നെ? ദൈവമക്കളാകാൻ. അപ്പോൾ ഇനി എൻ്റെ ID ഞാൻ തിരിച്ചറിയണം. ഞാൻ ആരാന്നറിയാമോ? ഞാൻ ദൈവത്തിൻ്റെ മകനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ സുബോധം വന്നവൻ ആദ്യം എന്നാ പറയണേ? പറ. സുബോധം വന്നവൻ ആദ്യം എന്നാ പറയണേ? സുബോധം വന്നവൻ ആദ്യം പറയണേ എന്താ നിങ്ങൾക്ക് അറിയണോ? വായിച്ചേ, ഒന്നുകൂടി വായിച്ചേ. 15:17 ശ്രദ്ധിച്ച് കേൾക്ക. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. അപ്പോ സുബോധം വന്നിട്ട് ആദ്യം പറഞ്ഞെന്താ? സുബോധം വന്നവൻ ആദ്യം കിട്ടിയത് അവന്റെ ഐഡന്റിറ്റിയാ. മനസ്സിലായോ? ആദ്യം തിരിച്ചറിഞ്ഞത് എന്തുവാ? എന്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരായി? ഞാൻ മകനായി. ഐഡന്റിറ്റി തിരിച്ചു കിട്ടിയോ? നീ ദൈവത്തിന്റെ മകനാണെന്ന്. ഐഡന്റിറ്റി തിരിച്ചു കിട്ടിയോ? നീ ദൈവത്തിന്റെ മകനാണ്. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥന്റെ മകനാണ്. ഹല്ലേലൂയ. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥന്റെ മകനാണ്. അല്ല മറ്റേ അമ്മച്ചി, മേരി അമ്മച്ചിയെ പോലെയാണെങ്കിൽ സംഭവം കുഴഞ്ഞു. മേരി അമ്മച്ചി എന്തായിരുന്നു പറഞ്ഞേ? പാസ്റ്റർ ജെറുസലേമൊക്കെ പോയി വന്നപ്പോ, എന്റെ പാസ്റ്റർ ഇതൊക്കെ വാസ്തവാണോ? അങ്ങനത്തെ വിശ്വാസമാണെങ്കിൽ കുഴഞ്ഞു. ഇവിടെ പറയാണ് എന്റെ അപ്പന്റെ. അപ്പൊ ഞാനാരാ? മകനാ. അപ്പൊ അവൻ ആദ്യം തിരിച്ചറിഞ്ഞ അവന്റെ ഐഡിയ. മനസ്സിലാവുന്നുണ്ടോ? ID. ആ ഐഡിയിലാണ് അപ്പൻ വെളിപ്പെട്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആ അപ്പൻ വെളിപ്പെട്ടപ്പോ, അവന്റെ ഹൃദയത്തിൽ അപ്പൻ വെളിപ്പെട്ടപ്പോ അവന്റെ ID തിരിച്ചറിഞ്ഞു. ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞു. മോനെ, നിനക്ക് ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞോ? മോളെ, നീ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞോ? നീ ആരാ? ഈ ദൈവത്തിന്റെ മകനാ. ഒറ്റ വിഷയമേ ഉള്ളൂ ആ സമയത്ത്. നഷ്ടപ്പെട്ട മകൻ, മരിച്ചുപോയ മകൻ, വീട്ടിലുള്ള മകനല്ല, കണ്ടെത്തിയ മകനല്ല, അപ്പനിൽ നിന്ന് അന്യപ്പെട്ടു പോയ നഷ്ടപ്പെട്ട മകനും മരിച്ച മകനുമാണ്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ ഒരു ഇതൊന്ന് റെഡിയായി കിട്ടിയാൽ കാര്യം ക്ലിയറായി. വീണ്ടും അവകാശി. ഇതിലേക്ക് സ്വർഗത്തിലെ ദൈവം പ്രിയ മക്കളെ നമ്മളെ ക്ഷണിക്കുകയാണ്. സ്വർഗീയ വിളിക്ക് നമ്മൾ ഓഹരിക്കാരാണ്. നമ്മുടെ ഉപ്പരിച്ചാറിന്റെ മൊത്തം പൊട്ടണം. ഉപ്പരിച്ചാറിന്റെ പൊട്ടണം.
എന്താണ് മുപ്പരിച്ചേർട്? ഒന്ന്, ഇരുട്ടിലാണ് ഇരിക്കണേ. രണ്ട്, കൂരന്മാരാണ്. മാത്രമല്ല സ്വയം എന്ന റിബൺ കൊണ്ട് കണ്ണും കെട്ടിയിട്ടിരിക്കുക. ഇത് പൊട്ടണം. ഞാൻ ആരാന്ന് തിരിച്ചറിയണം. ഞാൻ ദൈവത്തിന്റെ മകനാ, പ്രപഞ്ചത്തിന്റെ ഉടമയുടെ മകനാ. ഞാൻ ഉടമയുടെ അവകാശിയും ഇതുവരെയും സകലത്തിന്റെ അവകാശിയായ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാണ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ ഭൂമിയിൽ കേട്ടിട്ടുണ്ടോ? ബൈബിളിലുണ്ട്, പള്ളികളിലില്ല. ഉള്ള പള്ളിക്കായി സ്തോത്രം. എന്തുകൊണ്ടാ ഈ സന്ദേശത്തെ ഇന്ന് പള്ളിക്കാർ വെറുക്കണേ? ദുരുപദേശം എന്ന് പറയുന്നേ വേറൊന്നുമല്ല. ഇതെങ്ങാനും തങ്ങളുടെ ജനം തിരിച്ചറിഞ്ഞാൽ ഇതുവരെയും തങ്ങൾ കെട്ടിയ കോട്ട ഇടിഞ്ഞു താഴെ വീഴും. ഇതാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ പറയുന്ന. റോമ 8:29 വായിച്ച്. എന്നെയും നിങ്ങൾ എന്തിനാ മുൻ നിയമിച്ചേക്കണേ? ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. കേട്ടോ, നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളുടെ മുൻ നിയമനം. ക്രിസ്തു ആരാ? ക്രിസ്തു ആരാ? നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ക്രിസ്തു ആരാ? ദൈവത്തിന്റെ പുത്രനല്ലേ? ഇവിടെ പറയാണ് ആ ദൈവത്തിന്റെ പുത്രനോട് അനുരൂപമാകാൻ നിന്നെ മുൻ നിയമിച്ചേക്കണം. അപ്പൊ നീ ഇത് അറിയാതെ പോയാൽ നീ എവിടെ ചെന്ന് അവസാനിക്കും? നീ ഒരു കമ്പനി കയറി, നിന്നെ അവിടെ അക്കൗണ്ടന്റ് ആയിട്ടാണോ, എഞ്ചിനീയർ ആയിട്ടാണോ, അതോ മാനേജറായിട്ടാണോ, അതോ സ്വീപ്പറായിട്ടാണോ, അടിച്ചു വരുന്ന ആളായിട്ടാണോ നിയമിച്ചേക്കണമെന്ന് അറിയാതെ എവിടെ പോയി പണിയെടുക്കും? ഇവിടെ നിയമിച്ചേക്കണ എന്തുവായിട്ടാ? ക്രിസ്തുവിന്റെ സഹോദരനായി ക്രിസ്തുവോട് അനുരൂപമാകാൻ നിന്നെ മുൻ നിയമിച്ചു എന്ന്. ഇത് വിശുദ്ധ ബൈബിളിൽ പറയുമ്പോൾ ഇത് നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ അത് പിന്നെ നമുക്ക് എന്ത് പ്രകാശാ തരുന്നേ? പകരം ക്രിസ്തുവെ സ്തുതിച്ചോളാൻ പറഞ്ഞ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, രാജാതി രാജാവിനെ സ്തുതിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. ഹല്ലേലൂയ. വേണ്ട ബഹുമാനം എല്ലാം കൊടുക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു രാജാവിനെ ബഹുമാനിക്കുക. വിശുദ്ധ ബൈബിൾ പറയുന്നു എങ്ങനെ ബഹുമാനിക്കണം? പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. എന്തുകൊണ്ട് ഇത് പറഞ്ഞതെന്നറിയാമോ? എന്നാൽ മറുഭാഗം മറയ്ക്കാൻ വേണ്ടി ഇതിനെ എംഫസൈസ് ചെയ്യരുത്. വലുതിനെ എപ്പോഴും വലുതാ, ചെറുത് എപ്പോഴും ചെറുതാ, അതിലും ചെറുത് അതിലും ചെറുതാ. എന്ത് പ്രാധാന്യമാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ കൊടുക്കുക. റോമ 8:29 ഒന്നുകൂടി വായിക്കുക. നിന്നെയും എന്നെയും ഒക്കെ ആരെപ്പോലെ ആകാനാണ് നിയമിച്ചിരിക്കുന്നത്? ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. തന്റെ പുത്രൻ, അതാണ് വചനം എന്ന് പേരുള്ള ക്രിസ്തു. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ. അപ്പൊ യേശുവിന് ആരുണ്ട്? അനേക സഹോദരന്മാരുണ്ട്. മനസ്സിലായോ? അനേക സഹോദരന്മാരിൽ മൂത്തവൻ, ആദ്യജാതൻ, കുടുംബത്തിലെ വലിയ അവകാശിയാകേണ്ടതിന്. ഈ ആദ്യജാതനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ആദ്യജാതന് പല ഫെസിലിറ്റികളുണ്ട്. അതായത് ഇരട്ടിപ്പങ്കാണ്. അതായത് എല്ലാവർക്കും ഉള്ളതിനേക്കാളും കൂടുതലാണ് അവകാശം. കുടുംബത്തിലെ പിതാവ് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് മൂത്ത മകനാണ്. മനസ്സിലായോ? പിതാവ് മരിച്ചു കഴിഞ്ഞാലോ കുടുംബത്തെ കൊണ്ടുപോകേണ്ടത് മൂത്ത മകനാണ്. എല്ലാ ഉത്തരവാദിത്വവും ആ ലീഡർഷിപ്പ് മുഴുവൻ മൂത്ത മകനാണ്. ഇതുകൊണ്ടാണ് ആദ്യജാതൻ എല്ലാ കുടുംബം മൊത്തം കൊണ്ടുപോകേണ്ട ആളാ. ഹല്ലേലൂയ. ആദ്യജാതനാകേണ്ടതിന് ഇപ്പൊ എന്തല്ല ആദ്യജാതൻ അല്ല. ഇപ്പൊ ഏത് ജാതനാ? ഏകജാതനാ. മനസ്സിലായോ? ഈ ബ്യൂട്ടി ഒന്ന് മനസ്സിലാക്കുക. ദൈവത്തിന് ഒരേ ഒരു മകനേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് പേരിട്ടത് ഏകജാതൻ. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം മാത്രം ലോകത്തെ സ്നേഹിച്ചു. ഒരു ആവറേജ് ക്രിസ്ത്യാനികൾക്ക് എല്ലാം അറിയാവുന്ന ഒരു വചനമാണ്. ഏതാത്? യോഹന്നാൻ 3:16. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. എന്നിട്ട് നൽകിയ ശേഷം ആ പുത്രനെ കൈക്കൊണ്ട് പുത്രന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം കൊടുത്തു. ആ അധികാരത്തിലൂടെ ഈ മക്കൾ അനുസരിക്കാവുന്നവർ ദൈവത്തിന്റെ മക്കളായി മാറിയാൽ ഏകജാതൻ ആരായി മാറും?
ആദ്യജാതനായി മാറൂ. ഇതുകൊണ്ട് ദൈവവചനം പറയുന്നത് തന്റെ പുത്രൻ ഏകജാതൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, എ ടൈറ്റിൽ, ആദ്യജാതനാകേണ്ടതിന്. മനസ്സിലായോ? അതായത് ആ ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങളായി നമ്മൾ മാറും, കൂട്ടവകാശികളായി നാം മാറും. എന്തുകൊണ്ടാ ഇന്നത്തെ സഭാ സമൂഹത്തിന് ഇത് വിളിച്ചു പറയാൻ പറ്റാത്തെ? 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിൽ കൂടിയ കമ്മിറ്റി മീറ്റിങ്ങുകൾ യേശുവിനെ മകൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഉയർത്തിയെടുത്തിട്ട് അപ്പന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഇതാ അപ്പനുമായി ചേർത്ത് ഒരു ത്രിയേക ദൈവത്തെ ഉണ്ടാക്കി. ബൈബിളിൽ എവിടെയാ എന്റെ മക്കളെ ത്രിയേക ദൈവം? ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾക്ക് എവിടെയെങ്കിലും? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സത്യമായിട്ടുള്ള കാര്യമാണ്. സത്യമായിട്ടുള്ള കാര്യമാണ്. സ്വർഗസ്ഥ പിതാവ് പറഞ്ഞോ ഞാൻ ത്രിയേക ദൈവമാണെന്ന്? ക്രിസ്തു പറഞ്ഞോ ത്രിയേക ദൈവമാണെന്ന്? അപ്പോസ്തലന്മാർ ആരെങ്കിലും പറഞ്ഞോ ത്രിയേക ദൈവമാണെന്ന്? മറിയ പറഞ്ഞോ? ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും പറഞ്ഞോ? ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്റെ പൊന്നുമക്കളെ? പിന്നെ നിങ്ങളെ ആരാ ഈശ്വരൻ ചെയ്ത് മാറ്റിയത്? യു ആർ ഔട്ട് ഓഫ് ദ സിസ്റ്റം ഓഫ് ഗാഡ്. എങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. പലരും നഷ്ടപ്പെട്ട, മരിച്ച, ചിലർ ജീവിച്ച എങ്കിലും നഷ്ടപ്പെട്ട ദൈവത്തിന്റെ മക്കൾ. ഔട്ട്, പുറത്തു കിടക്കുക. ആ ധൂർത്തപുത്രൻ തിരികെ വീട്ടിലെത്തിയാൽ അവനെ കണ്ടെത്തുള്ളൂ. തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എത്തത്തില്ല. എന്താണ് സംഭവിക്കുന്നത്? നാം എന്ത് ചെയ്യണം? ഇതൊരു മനുഷ്യൻ ലഭിക്കുന്നതാണ് പ്രകാശം. അവന്റെ ഐഡിയ അവൻ തിരിച്ചറിയണം. അവന്റെ ഐഡിയ അവൻ തിരിച്ചറിയുന്നത് അവന്റെ അപ്പനെ അറിയുന്നതിലൂടെയാണ്. എൻ്റെ അപ്പന്റെ ഭവനത്തിൽ എൻ്റെ അപ്പൻ. ധാരാളം അപ്പന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ അപ്പൻ, ഹീസ് മൈ സോഴ്സ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നിങ്ങൾ തിരിച്ചറിയുക. ഈ ദിവസങ്ങളിൽ നിങ്ങളിത് മനസ്സിലാക്കുക. എപ്പോഴും ആർക്കും എന്നെ ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യുന്ന നിങ്ങളുടെ വിശ്വാസം ഇങ്ങോട്ട് പറയല്ല, പകരം ഈ പറഞ്ഞതിൽ ബൈബിളിൽ ഏതെങ്കിലും തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഹല്ലേലൂയ. ഇത് ധാരാളം ഡിനോമിനേഷൻ ഉണ്ട്. 40,000-ത്തിലധികം ഡിനോമിനേഷൻ ഉണ്ട്. ഞങ്ങളുടെ വിശ്വാസം ഇത്, അത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നേരത്തെ തന്നെ പറഞ്ഞേക്കാം, ഇല്ല. പക്ഷേ ബൈബിളിൽ ക്രിസ്തു പറഞ്ഞത് എല്ലാം വിശ്വസിക്കുന്നു. ബൈബിളിൽ എല്ലാ വചനവും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ബൈബിളിൽ എല്ലാ വചനവും വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് ഉത്തരം പറയേണ്ടത് എൻ്റെ കാര്യമല്ല, പകരം എന്നോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ വിശ്വാസത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അതിന് സൗമ്യതയോടെ ഉത്തരം പറയുക. ഞാനീ പറയുന്നത് അത് ബൈബിളിൽ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇത് വ്യക്തമായ ബോധ്യവും ബോധമുണ്ട്. ഇത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇതിന് ഫലമുണ്ട്. അതുകൊണ്ടാണ് വെറും മണ്ടനായ എന്നിലൂടെ ദൈവം തൻ്റെ ജ്ഞാനം സംസാരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരികളെ, നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ 2ാം കൊല്ലക്കാരനാണ്. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാർക്ക് 1, 2, 3 പൂജ്യമൊക്കെ ആയിരുന്നു. എന്നാൽ ആ വ്യക്തിയെ ദൈവത്തിന് ഇത്രയും മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഏതവസ്ഥയും ദൈവത്തിന് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഇന്ന് എൻ്റെ ജ്ഞാനം എൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇന്ന് എൻ്റെ തല ദൈവമാണ്, എൻ്റെ സോഴ്സ് ദൈവമാണ്. ഹല്ലേലൂയ. മനുഷ്യരുടെ മുഖം നോക്കുന്നില്ല, ഉള്ളതുള്ളതുപോലെ പറയും. പറ്റാതെ ആകുമ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങ് മാറ്റും. കാരണം ഈ ചീഞ്ഞ ആപ്പിൾ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആപ്പിളും കൂടെ ചീത്തയാവും. ജസ്റ്റ് മാറ്റി വയ്ക്കും. കൂടുതൽ ഞാനിപ്പോൾ ലോകത്തുനിന്ന് മാറിക്കൊണ്ടിരിക്കുക. കാരണം അടുക്കാൻ പറ്റുന്നില്ല. ഇവൻ വിശ്വാസികളോട് പോലും അടുക്കാൻ പറ്റുന്നില്ല. സഹായം എന്ന് പറഞ്ഞ് ഓടി വരും, അവസാനം നമ്മളെ കത്തിക്ക് വെക്കും കഴുത്തേന്. സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാ, മനുഷ്യനിലുള്ളത് സ്വയമേ യേശുവിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ വിശ്വസിച്ച് ഒരുത്തൻ്റെയും കയ്യിലേൽപ്പിച്ചില്ല. കാരണം ഇവൻ വെട്ടും, ഇവൾ വെട്ടും, പിശാചിന്റെ ആയുധമായി തീരും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ മനസ്സിലാക്കുക. യേശുവിൻ്റെ സഹോദരങ്ങളായി തീരാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുക എന്ന് അവൾ പറഞ്ഞ്. ഇത് കേൾക്കുന്നില്ലയോ? ഇത് കേൾക്കണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ അതാ. അങ്ങനെ യേശുവിൻ്റെ സഹോദരങ്ങളായി തീർന്നാൽ നമുക്ക് എന്താ ഗുണം?
അതിന്റെ 17-ാം വാക്യം പറയുന്നു, റോമ 8:17 പറയുന്നു, നീ ദൈവത്തിന്റെ അവകാശിയും യേശുവിനോട് ചേർന്ന് കൂട്ടവകാശിയുമായി തീരും. ദൈവ കുടുംബമായി നീ മാറും. ഇതൊരു കഥയാകരുത്. മേരിയമ്മച്ചിയുടെ കഥയായാൽ ഇത് കാര്യം നടക്കൂല. ഇത് യാഥാർത്ഥ്യമാണ്. നിന്റെ ജീവിതം അതിനുവേണ്ടി ട്രേഡ് ചെയ്യുക, അതിനുവേണ്ടി സമർപ്പിക്കുക. ഹല്ലേലൂയ. വായിച്ചേ 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. കേട്ടോ, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. അവകാശികൾ മക്കളാണെങ്കിൽ ആരാണ്? ഇതാണ് പറഞ്ഞ ഹെയർ അഗെയിൻ, വീണ്ടും അവകാശത്തിലേക്ക് വരിക. അവകാശം മുഴുവൻ നഷ്ടപ്പെട്ടതാ, അവകാശം മുഴുവൻ നഷ്ടപ്പെട്ടതാ, പക്ഷെ വീണ്ടും അവകാശത്തിലേക്ക് വരിക. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. അവകാശത്തിലേക്ക് വരണമെങ്കിലേ ആദ്യം പിതാവ് നമ്മളെ സ്വന്തമായിട്ട് അംഗീകരിക്കണം. ആ പിതാവിന്റെ അംഗീകാരം ഇല്ലെങ്കിൽ ഒരു അവകാശമില്ല. നിങ്ങൾക്ക് പിതാവുണ്ടോ മക്കളെ? യു ആർ പവർഫുൾ. പിതാവുണ്ടോ? ഏത് മേഖല യു ആർ പവർഫുൾ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആ പിതാവിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. പിതാവിൻ്റെ കയ്യിൽ എന്നാ ഉണ്ട്? നിങ്ങളുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ പിതാവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആരോഗ്യം പിതാവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട സൗഖ്യം പിതാവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് പിതാവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട അറിവ് പിതാവിൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ അവിടെ ഇവിടെ ആളുകളൊക്കെ തരുമല്ലോ. ആശുപത്രി സൗഖ്യം തരുന്നുണ്ടല്ലോ. ഓക്കെ, ഇതുവരെ ആശുപത്രിക്ക് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതുവരെ ആശുപത്രി കൊണ്ടുവന്ന ഒരു കേസെങ്കിലും ജയിച്ചിട്ടുണ്ടോ എന്ന് പറ. നിങ്ങൾ ആശുപത്രി കൊണ്ടായ ഏതെങ്കിലും ഒരു വ്യക്തി ഇതുവരെ മരിക്കാതിരിക്കുന്നുണ്ടോ? ഒരു കേസെങ്കിലും ജയിച്ചിട്ടുണ്ടോ? എല്ലാ കേസും തൽക്കാലം ഒന്ന് ആശുപത്രിയിൽ നിന്ന് റെഡിയായ പോലെ അടുത്ത കുറച്ച് ദിവസം വീണ്ടും വരും. എന്തിന്? അടുത്തതായിട്ട് 2-3 പ്രാവശ്യം കൊണ്ട് ആൾ മരിക്കും. എന്നാൽ നിനക്ക് ജീവൻ വേണോ? നിന്റെ അപ്പൻ്റെ കയ്യിലുണ്ട്. നിന്റെ അപ്പൻ്റെ കയ്യിലുണ്ട്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പള്ളിക്കാരെല്ലാം കൂടി തല്ലി പള്ളിയിൽ നിന്ന് പുറത്താക്കി. അവസാനം ഇവരവിടെ സമ്മതിച്ചില്ല, കള്ളക്കേസ് ഉണ്ടാക്കി ഗവൺമെൻറ്റേക്ക് എടുത്തു. ഗവൺമെൻറ് പറഞ്ഞു ഇവന് ഒരു കുറ്റമില്ല എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു പറ്റൂല, കൊന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം രാഷ്ട്രീയം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മതത്തിൻ്റെ സപ്പോർട്ട് വേണമല്ലോ. അങ്ങനെ രാഷ്ട്രീയക്കാർ സമ്മതിച്ചു കൊന്നേക്കാൻ. ആർക്കും ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഈ ഭൂമിയിൽ ഒരുത്തിനും പറ്റത്തില്ല. പക്ഷെ യേശുവിന് ആരുണ്ട്? ഒരപ്പനുണ്ട്. മനസ്സിലായോ? ഒരപ്പനുണ്ട്. ഇവിടുത്തെ ഒരാശുപത്രിക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിക്കും കൊടുക്കാൻ പറ്റാത്ത സാധനം ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുക. ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. നിനക്ക് അപ്പനുണ്ടോ? നിനക്ക് എല്ലാം ഉണ്ട്. യേശുവിനൊരു പ്രശ്നം വന്നപ്പോൾ യേശു ആശ്രയിച്ചത് വേറെ ആരെയല്ല, തൻ്റെ അപ്പനെയാണ്. തന്നെ നിന്ദിച്ചവരെ പകരം നിന്ദിച്ചില്ല. തന്നോട് ഭീഷണി പറഞ്ഞവരെ തിരിച്ച് ഭീഷണി പറഞ്ഞില്ല. ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം പരമേൽപ്പിച്ചു. അപ്പന്റെ കയ്യിലേക്ക് കാര്യം ഏൽപ്പിച്ചു. ബാക്കി പിന്നെ സ്വസ്ഥം. മനസ്സിലായോ? അപ്പനുണ്ടോ നിനക്ക്? എന്റെ മോനെ, എന്റെ മോളെ, നിനക്ക് അപ്പനുണ്ടോ? അതാ ചോദ്യം. ആ അപ്പനുണ്ടെങ്കിൽ യേശു ചെയ്ത് അത് തന്നെ നീയും ചെയ്യേ. എല്ലാം ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. ന്യായമായി വിധിക്കൂ. കാരണം ദൈവസിംഹാസനം നീതിയിൽ ന്യായത്തിൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. ന്യായം വേണം നമ്മുടെ ഭാഗത്ത്. ക്ലിയർ ആക്കണം. ഹല്ലേലൂയ. ന്യായമായി വിധിക്കുന്നവരുടെ കാര്യം പരമേൽപ്പിച്ചു. കാര്യം ക്ലിയർ. നിങ്ങൾക്കൊക്കെ പല പല പ്രശ്നങ്ങളുമായിട്ടാണ് നിങ്ങൾ വന്നേക്കണേ. ഒരു വിഷയമില്ല. യേശുവിന് അത്ര വലിയ വിഷയം നിങ്ങൾക്കില്ലല്ലോ അല്ലേ? അത്ര വലിയ വിഷയമൊന്നുമില്ലല്ലോ. ചെറുപ്പക്കാരനായ യുവാവ് ഈ പള്ളിക്കാരെല്ലാം കൂടി കേസ് കൊടുത്തു, പ്രശ്നമാക്കി, ആദ്യം പള്ളിയിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ ശുശ്രൂഷകനാണോ? നിങ്ങൾ ഇതുവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ യേശുവിൻ്റെ വഴിയിലൊന്നും അല്ല. അതാ കാര്യം. നിങ്ങൾ യേശുവിൻ്റെ വഴിയിലാണോ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. അല്ല, നിങ്ങൾ പരീശന്റെ വഴിയാണോ? നിങ്ങൾ പരീശന്മാരൊക്കെ പുകഴ്ത്തി 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 ഇന്നയാളോടുകൂടെ സ്റ്റേജ് പങ്കിടുവാൻ ദൈവം ഞാൻ മാതൃതുല്യം പിതൃതുല്യം സ്നേഹിക്കുന്ന ഇന്നയാള് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ അടിച്ചു പോക്കി നിർത്തിയെങ്കിൽ നിങ്ങൾക്ക് അവരോട് കൂടെ നിൽക്കാം. പക്ഷെ യേശുവിനെ പോലെ കുറവ് കണ്ടാൽ കുറവ് അതേപോലെ തിരിച്ചറിയിച്ചിട്ട് വെള്ള തേച്ച കുഴിമാടമേ, നീ മനുഷ്യനെ പിടിക്കുന്നവരെന്നും പറഞ്ഞ് കരയും കടലും കടന്ന് ഒരുത്തനെ മാറ്റി ചേർക്കുന്നു. ചേർന്ന ശേഷം നീ അവന് നിന്നേക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു.
എന്നൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. പള്ളിയിൽ നിന്നും പുറത്താക്കിയിട്ട് വീണ്ടും നീ സ്വസ്ഥത കൊടുക്കുന്നില്ല, നീ തെരുവിലും അവിടെ ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വഞ്ചിയുടെ മുകളിലും ഗിരിപ്രഭാഷണം മലയുടെ മുകളിലും അവിടെയൊക്കെ പ്രസംഗിച്ച് നടന്ന് നീ അവർക്ക് സൗകര്യം കൊടുക്കുന്നില്ല എങ്കിൽ അവർ കള്ളക്കേസിൽ നിന്നെ കുടുക്കി ഗവൺമെന്റിനെ ഏൽപ്പിച്ചിട്ട് പറയൂ, ഇതാ ഇവൻ ആകെ പ്രശ്നക്കാരനാണ്, മറ്റ് പല വിഷയങ്ങളിലും ഇവൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, കൈസർക്കെതിരെയാണ് ഇവിടെ നിൽക്കുന്നത്, രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതാ ഗവൺമെന്റിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കും, ഗവൺമെന്റ് പിടിക്കും. വിചാരണ നടത്തിയപ്പോൾ മനസ്സിലായി ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇവനെ പള്ളിയിൽ നിന്ന് മാത്രമല്ല ഇനി ശരീരത്തിനും കൂടി പുറത്താക്കണം. മനസ്സിലായോ? കൊന്നുകളയണമെന്ന് അവർ പറഞ്ഞു, കൊന്നേക്കാൻ പറഞ്ഞു. ഇവനെ ക്രൂശിക്കുക. അപ്പൊ ക്രിസ്തുവിന്റെ മാർഗമാണെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ. ഹല്ലേലൂയ. സൂത്രപ്പണി നിന്നിട്ട് കാര്യമില്ല എൻ്റെ മക്കളെ. ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കണം, എങ്കിൽ മരണം ലാഭമാണ്. അല്ലെങ്കിൽ കാര്യം മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പോകരുത്, ദൈവത്തെ പ്രസാദിപ്പിച്ചോളാം. ക്രിസ്തു എങ്ങനെ പിതാവിനെ പ്രസാദിപ്പിച്ചോ അതേപോലെ നാം പിതാവിനെ പ്രസാദിപ്പിക്കണം. എങ്ങനെ? ക്രിസ്തുവിൻ്റെ അനുസരണത്തിൽ നടക്കണം. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം. അപ്പോഴാണ് നമ്മൾ അവകാശികളാകുന്നത്. 8:17 ഒന്നുകൂടി വായിച്ചേ. റോമ 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. കേട്ടോ, നിങ്ങൾ വ്യക്തതയോടെ കേട്ടോ. നിങ്ങൾ ഈ മുദ്രപേപ്പറിൽ ഈ വില്ലൊക്കെ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഇല്ലേ, വില്ലൊക്കെ എഴുതുമ്പോൾ വളരെ ശ്രദ്ധയോടെ വായിക്കത്തില്ലേ? മേരിക്ക് എത്രയുണ്ട്, സിസ്റ്റർ സൂസന്, അപ്പം ആ കിഴക്കല ചായുവോ, അയ്യോ അതോ അവക്ക് കിട്ടിയോ എന്നൊക്കെയാ നമ്മളില്ലേ. ഇത് ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവം എഴുതി വെച്ചേക്കുന്നതാണ്, ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നതാ. ദൈവത്തിന്റെ വചനം പറയാം മക്കളെങ്കിൽ. അപ്പൊ ആദ്യം ആരാകണം? മക്കളാകണം. അതിന് ആരംഗീകരിക്കണം? അപ്പൻ അംഗീകരിക്കണം. മനസ്സിലായോ? അപ്പൻ അംഗീകരിക്കണം. മക്കളെങ്കിൽ നിങ്ങൾ ആരാ? അവകാശികളാണ്. ഇനി അവകാശത്തിന്റെ ഡീറ്റെയിലാ പറയണേ. ദൈവത്തിന്റെ അവകാശികളും, അതായത് പിതാവിന്റെ അവകാശികളും. എന്നിട്ട് പറയാണ് യേശുക്രിസ്തു ആരാണ്? സഹോദരനാണ്, മൂത്ത സഹോദരൻ, ആദ്യജാതനാണ്, ക്രിസ്തുവിന്റെ കൂട്ട് അവകാശികളോ. ഇത് ഞാൻ എഴുതിയ ബൈബിളാണോ? അല്ല, നിങ്ങളുടെ കയ്യിലുള്ളതല്ല ഇത്. എങ്കിൽ അത് വിശ്വസിച്ചുകൂടെ? എന്നെ വിശ്വസിക്കേണ്ട, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കുക, എന്നിട്ട് അതനുസരിച്ച് സ്റ്റെപ്പ് എടുക്കുക. ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ച് ജനം കേൾക്കട്ടെ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. കേട്ടോ, നാം മക്കളെങ്കിൽ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികൾ. അപ്പൊ ക്രിസ്തുവിന്റെ അവകാശികളല്ല കേട്ടോ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. ഇപ്പൊ നിങ്ങൾക്ക് എന്തു വന്നു തുടങ്ങി? ഇപ്പോ വെളിച്ചം വന്നു തുടങ്ങിയില്ലേ? ഇതാണ് യേശു ക്രിസ്തു പ്രസംഗിക്കുന്നിടത്ത് പോയാൽ. മനസ്സിലായോ? യേശു ക്രിസ്തു തന്റെ അവയവങ്ങളായ തന്റെ അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും തന്റെ ദാസന്മാരുടെയും പ്രസംഗിക്കുന്നിടത്ത് പോയാൽ നിങ്ങൾക്ക് പ്രകാശം വരും. അല്ലാത്തടത്ത് പോയാൽ ഈ റൊട്ടി കപ്പട മക്കാന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? റൊട്ടി കപ്പട മക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതും പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചു തരാം, പ്രശ്നം പരിഹരിക്കുക, ഇതാ ഇപ്പൊ കിട്ടും വിടുതൽ എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഇത് കേട്ട് ഒരിക്കലും വിടുതലില്ലാതെ അവസാനിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആരാന്ന് തിരിച്ചറിയാം. നിങ്ങൾ ആരാ? നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥന്റെ മകനാ. മനസ്സിലായി? അവിടെ മകളില്ല, മകനാ. ഭൂമിയിൽ ആദത്തിന്റെ മക്കളിലാണ് മകനും മകളും. പിടുത്തം കിട്ടിയ ക്രിസ്തുവിലൂടെ ജനിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാ. അതെപ്പോഴും തിരിച്ചറിഞ്ഞോളാം, ദൈവത്തിന്റെ പുത്രന്മാരാ. നിങ്ങളെ ആരും ചതിക്കാനായിട്ട് ഇടയാകരുത്. ഈ ഭാഗത്തിൽ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് നമ്മൾ നിൽക്കണേ. എന്നാൽ അത് ആദത്തിലാണ്. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ നമ്മൾ ആണായാലും പെണ്ണായാലും ദൈവത്തിന്റെ പുത്രന്മാരാ. അതാണ് വെളിപ്പാട് 21:7 വായിച്ചേ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. മനസ്സിലായോ? ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അല്ലാണ്ട് പെൺകുട്ടികളൊക്കെ മകളും ആൺകുട്ടികളൊക്കെ മകനും എന്നല്ല. ജയിക്കുന്ന ആണായാലും ശരി പെണ്ണായാലും ശരി. ഇനി നമ്മൾ ഈ ഫിസിക്കലി ജഡരക്തത്തിലേക്കല്ല വരുന്നത്. ഇനി നമ്മൾ സ്പിരിറ്റ് ബോഡിയാണ് നമ്മൾ.
മനസ്സിലായോ? സ്പിരിറ്റ് ബോഡിയിലേക്ക് കയറുകയാണ്. കാരണം ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളും ആത്മാവാ. ഹല്ലേലൂയ. ആ ഒരു തലത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മളെ കുറിച്ചുള്ള സത്യം യഥാർത്ഥത്തിൽ നമ്മൾ അറിയണം. നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടിയിലാണ്. ഇതൊക്കെ പഴയതില്ല, ഇതിലല്ല കേട്ടോ, ഇതിലല്ല. ഇത് മനസ്സിലാക്കിക്കൊള്ളാം. ഇതിലല്ല. ഇത് ആദാം വംശമാണ്, ദൈവത്തിൽ നിന്ന് മരിച്ചതും നഷ്ടപ്പെട്ടതുമാണ്. ഹല്ലേലൂയ. ഇതിലല്ല. പുതിയ സൃഷ്ടി എന്ന ക്ലാസ് നിങ്ങൾ പുറകെ വരും. ആ പുതിയ സൃഷ്ടിയിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ക്രിസ്തുവോട് ചേർന്ന് കൂട്ട സഹോദരങ്ങളാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുവാനായിട്ട് ഇടയാകും. അപ്പോൾ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ക്രിസ്തു നമ്മളുടെ സഹോദരൻ മാത്രമല്ല, ക്രിസ്തു നമ്മളുടെ പിതാവുമാണ്. ഏത് പിതാവ്? നിത്യപിതാവ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനുഷ്യർക്കുള്ള വേണ്ട മറ്റൊരറിവാണ്. നമ്മൾ ഈ ആറത്തിൻ്റെ ശരീരത്തിൽ നിൽക്കുമ്പോൾ നമുക്കതൊരു കൺഫ്യൂഷനായിട്ട് മാറും. അതെങ്ങനെയാ ആകാൻ പറ്റുന്നത് എന്നുള്ള ചിന്തയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ മക്കൾ ജനിക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിലും മക്കൾ ജനിക്കുന്നുണ്ട്. ഭൂമിയിൽ കുടുംബം ഉള്ളതുപോലെ തന്നെ ദൈവരാജ്യത്തിലും കുടുംബമുണ്ട്. ഇത് തിരിച്ചറിയണം. അതായത് ഭൂമിയിലെ കുടുംബത്തിൽ, ഞാൻ ആ ചിത്രം കൊണ്ടുവരാൻ സ്ക്രീനിൽ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഭൂമിയിലെ കുടുംബത്തിൽ മക്കളെ ജനിപ്പിക്കുന്ന കാരണഭൂതൻ്റെ പേരെന്താ? മക്കളെ ജനിപ്പിക്കുന്ന കാരണഭൂതൻ. നിങ്ങൾക്കറിയാമോ ഭൂമിയിലെ കുടുംബത്തിൽ ഒരു കാരണഭൂതനും മുഖാന്തരം ഉണ്ടെന്നുള്ള കാര്യം അറിയോ? കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ജീവൻ ആരംഭിക്കുന്നത്. മുഖാന്തരം എന്ന് പറഞ്ഞാൽ ഏതിലൂടെയാണ് ജീവൻ കടന്നു വരുന്നത്, മക്കളെ ജനിപ്പിക്കുന്നത്. അതായത് ഭൂമിയിലെ കുടുംബത്തിൽ കാരണഭൂതൻ പുരുഷനും ഭർത്താവ്, മുഖാന്തരം സ്ത്രീയുമാണ്. പുരുഷൻ ഒരു സ്ത്രീക്കും ദൈവം ബീജം കൊടുത്തിട്ടില്ല. ബീജം മുഴുവൻ ആർക്കാ ഡിപ്പോസിറ്റ് കൊടുത്തേക്കണേ? പുരുഷനാണ്. പുരുഷൻ, അതാണ് ലൈസൻസ്, പെർമിഷൻ. ഇതാ ഇവർ വിവാഹം കഴിച്ച് സ്നേഹം പങ്കിടുമ്പോൾ, ഇന്നലെ നമ്മൾ പല ഫാക്ടറികളെയും കുറിച്ച് കേട്ടില്ലേ? സിസ്റ്റങ്ങളെ കുറിച്ച് കേട്ടു. ക്രൂഡ് ഓയിൽ അത് ശുദ്ധീകരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരെന്താ? റിഫൈനറി. നമ്മുടെ കൊച്ചിയിലുണ്ട്, കൊച്ചിൻ റിഫൈനറി. കപ്പലുണ്ടാക്കുന്ന സ്ഥാപനത്തിനെ കുറിച്ച് പേരെന്താ? ഷിപ്പ് യാർഡ്. നമ്മുടെ കൊച്ചിയിലുണ്ട്, കൊച്ചിൻ ഷിപ്പ് യാർഡ്. കൊച്ചിൻ റിഫൈനറി ഉണ്ട്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്. മക്കളുണ്ടാക്കുന്ന കമ്പനിയെ കുറിച്ചുള്ള പേരെന്താ? കുടുംബം. മനസ്സിലാവും? അത് ദൈവത്തിൻ്റെ സിസ്റ്റമാണ്. മക്കൾ, ഈ ഭൂമിയിൽ മനുഷ്യ മക്കൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ സ്വർഗീയ മക്കളെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയുടെ പേരാണ് സഭ, ചർച്ച്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ചർച്ച് ഒരു മുഖാന്തരമോ, ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് ജയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ശരി, ആഴം കൂടിയ സബ്ജക്റ്റാ. എങ്കിലും ഇതാ എൻ്റെ പ്രിയ മക്കളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഭൂമിയിലെ കുടുംബവും സ്വർഗീയ കുടുംബവും. നമ്മുടെ ഇൻവിറ്റേഷൻ അത് വ്യക്തതയോടെ, ഓ ലോർഡ് ഐ ലവ് യു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ താൽക്കാലിക കുടുംബവും നിത്യ കുടുംബവും. ആർക്കെങ്കിലും ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടേതായ ഇതുവരെയുള്ള സമൂഹത്തിൽ കേൾക്കാത്ത കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ സംശയങ്ങൾ എഴുതിയിട്ട് ദേവദാസന്മാരെ കൊടുത്താൽ അവരുടെ തരും. അത് നമ്മൾ തുടർന്നുള്ള സെക്ഷനുകളും സാറ്റർഡേ വൈകിട്ടുമൊക്കെ, ശനിയാഴ്ച വൈകിട്ടുമൊക്കെ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ സംശയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല. സംശയിക്കാൻ കാറ്റടിച്ച് ഉലയുന്ന കടൽ ഒരു വഞ്ചി കാറ്റടിച്ച് ഇങ്ങനെ കടലിൽ കിടന്ന് ഉലയുക, അതുപോലെ അവനെങ്ങും എത്താൻ പറ്റത്തില്ല. അപ്പോൾ സംശയങ്ങൾ ക്ലിയർ ആകണം.
അപ്പോൾ നിങ്ങളത് വ്യക്തതയോടെ മനസ്സിലാക്കുക. നിങ്ങളത് സൗമ്യതയോട് ചോദിച്ചു കഴിഞ്ഞാൽ, തർക്കത്തിന് വേണ്ടി ചോദിച്ചാലൊന്നും പറഞ്ഞു തരത്തില്ല. സൗമ്യതയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് കാര്യങ്ങൾ എന്നെ ദൈവം പഠിപ്പിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എഴുതിയാൽ മതി പേപ്പറിൽ കേട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇത് കേൾക്കുമ്പോൾ ധാരാളം സംശയം വരും. കാരണം നിങ്ങൾ ഇതുവരെ കേട്ടൊരു സമൂഹത്തിലെ സംഭവമല്ല ഇത്. മൊത്തം ബൈബിളിലുള്ള ക്രിസ്തു പറഞ്ഞ സാധനങ്ങളായി വരുന്നു മുഴുവൻ. കാരണം ക്രിസ്തു പറഞ്ഞ സുവിശേഷം ബൈബിളിലെ സിലബസിൽ പോലും ഇല്ല. പകരം ഒരു സ്തുതി ആരാധനയിൽ അവസാനിച്ചാണ് കൂടുതൽ കൂട്ടങ്ങളും. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ റൈറ്റായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ താൽക്കാലിക കുടുംബം, നിത്യകുടുംബം. ഈ താൽക്കാലിക കുടുംബം എന്ന് പറയുന്നതാണ് ഈ ഭൂമിയിൽ കാണുന്ന കുടുംബങ്ങൾ. ഇതൊക്കെ ഒരല്പസമയത്തേക്ക് ഈ ഭൂമിയിലുള്ളൂ. നിങ്ങളുടെ ലൂസിസ്റ്ററുടെ അപ്പൻ്റെ പേരെന്താ? തോമസിൻ്റെ അപ്പൻ്റെ പേരെന്താ? ഇനാസിൻ്റെ അപ്പൻ്റെ പേരെന്താ? അറിയത്തില്ല. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യം. 2 തലമുറയൊക്കെ 2-3 തലമുറയൊക്കെ അറിയാം. ഞാനിതൊന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ്റെ പേര് ഡോൺ എന്നാ, എൻ്റെ പേര് ഷാജി എന്നാ, എൻ്റെ അപ്പൻ്റെ പേര് ജോസഫ് എന്നാ, ജോസഫിൻ്റെ അപ്പൻ്റെ പേര് ചിന്നക്കുട്ടി എന്നാ, ചിന്നക്കുട്ടിയുടെ അപ്പൻ്റെ പേര് ജോസഫ് മാപ്പിള എന്നാ, ജോസഫ് മാപ്പിളയുടെ അപ്പൻ്റെ പേര് കുര്യൻ എന്നാ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയും തലമുറ കർത്താവിൻ്റെ കരുണയാൽ മനസ്സിലാക്കാൻ സഹായിച്ചു. കാരണം ഈ താൽക്കാലിക കുടുംബമാണ്. ഇതൊന്നും ഓർത്തിരിക്കത്തില്ല ആരും. എത്ര അപ്പനാന്ന് പറഞ്ഞാലും ഒന്നും ഓർത്തിരിക്കത്തില്ല, അങ്ങ് പോകും. പക്ഷേ നിത്യകുടുംബമുണ്ട്. നിത്യകുടുംബത്തിൽ എല്ലാവരുടെയും പേരിൻ്റെ മുമ്പിലൊരു സംഭവമുണ്ട്. അവരൊക്കെ നിത്യമക്കളായിരിക്കും. അവിടെയുള്ള പിതാക്കന്മാരൊക്കെ പിതാക്കന്മാരായിരിക്കും. ഇവരുടെ എല്ലാവരുടെയും മുകളിൽ ഒരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ പേരാണ് സ്വർഗസ്ഥ പിതാവ്. ഈ ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാകണം. ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ സ്വർഗീയ കുടുംബത്തിലുള്ളതൊക്കെ നിത്യമാണ്. ഈ വചനം പറയുന്നു, ലോകത്തിലുള്ള ഭൂമിയിലുള്ളതൊക്കെ ഈ കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തരം തിരിക്കണം. ഹല്ലേലൂയ. വായിച്ചാട്ടെ, 2 കൊരിന്ത്യർ 4-18 വായിക്കാം. 2 കൊരിന്ത്യൻസ് 4-18 വായിക്കാം. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. മനസ്സിലായോ? അപ്പോ നിത്യമായതുകൊണ്ട് താൽക്കാലികമായതുകൊണ്ട്. കാണുന്നത് താൽക്കാലികം. അപ്പൻ്റെ പേരെന്താ? കൃഷ്ണൻകുട്ടിയുടെ അപ്പൻ്റെ പേരെന്താ? കൊച്ച് അല്ലേ? കുഞ്ഞു കൊച്ചിൻ്റെ അപ്പൻ്റെ പേരെന്താ? അറിയത്തില്ല. അപ്പോൾ മനസ്സിലായില്ലേ? താൽക്കാലികമാണെന്ന്. പോണ പോക്കുണ്ടോ? അത് താൽക്കാലികമാണ്. അതൊക്കെ താൽക്കാലികമാണ്. അപ്പോൾ ഇനി കാണാത്തതാണെങ്കിൽ നിത്യമാണ്. അതാണ് ബൈബിൾ വായിച്ചേ. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. അപ്പോൾ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് സ്വർഗീയ വിളിക്കുക. കാണാത്ത മണ്ഡലമാണ് സ്വർഗം. അപ്പോൾ അവിടെ ഉള്ളതൊക്കെ എങ്ങനെയായിരിക്കും? അവിടെ ഉള്ളതെല്ലാം എങ്ങനത്തെ ആയിരിക്കും? നിത്യമായിരിക്കും. ഒരു വചനത്തിലൂടെ നമുക്ക് ഉറപ്പിക്കാം. ഹെബ്രായർ 9:15 വായിച്ചേ. ഹെബ്രായർ 9:15 ഒരു വചനത്തിലൂടെ ഉറപ്പിക്കുക. അവിടെ ഉള്ളതൊക്കെ നിത്യമാണ്. എറ്റേണൽ. നിത്യം എന്നുള്ള ഇംഗ്ലീഷിൻ്റെ പേരാണ് എറ്റേണൽ. ഹല്ലേലൂയ. വായിക്കേ. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം. നിത്യാവകാശം പറഞ്ഞ നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം. മനസ്സിലായോ? അപ്പോൾ നമ്മളെ എങ്ങോട്ടേക്ക് വിളിച്ചേക്കണേ? നിത്യാവകാശം. ഇതാണ് നമ്മൾ ഹെയർ അഗെയിൻ, അവകാശിയാകാൻ പോവുക. നിത്യാവകാശം അത് നിത്യമാണ്, താൽക്കാലികമല്ല. അപ്പോൾ മനസ്സിലായല്ലോ? കാണുന്നത് താൽക്കാലികമാണ്, ഇതൊക്കെ താൽക്കാലികമാണ്. ആറത്തിൻ്റെ മക്കളും ഇതൊക്കെ. പക്ഷെ കാണാതെ നിത്യമാണ്, നിത്യാവകാശം. ഇനി യേശുക്രിസ്തു നമുക്ക് നിത്യപിതാവാണ്. ഹല്ലേലൂയ. ഇതേപോലെ അനേക നിത്യപിതാക്കന്മാരുണ്ട് യേശുവിൻ്റെ കീഴിൽ. ഹല്ലേലൂയ. ഒരു പിതാവിലും ഒതുങ്ങത്തില്ല. ആരെയാ പിതാവെന്ന് വിളിക്കണേ? കല്യാണം കഴിച്ചതാണോ? ആരെങ്കിലും ഇതുവരെ അപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ? വേറെ പേരെന്താ പറഞ്ഞേ? അൻപ്. അൻപിനെ ആരെങ്കിലും അപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ? അപ്പാന്ന് വിളിച്ചിട്ടുണ്ട്. ആരാ വിളിച്ചേക്കണേ? നിങ്ങളുടെ അച്ഛനെ അപ്പാന്ന് വിളിച്ചിട്ടുണ്ട്. അച്ഛനെ അൻപിനെ കയറി അപ്പാന്ന് വിളിച്ചാ? ഇല്ല. എന്താ അപ്പാന്ന് വിളിക്കാത്തേ? മോനല്ലാത്തതുകൊണ്ട് വിളിച്ചില്ല. അപ്പം മോനാണ് അപ്പാന്ന് വിളിക്കുള്ളൂ അല്ലേ? അപ്പോൾ മക്കൾ ജനിച്ചാലല്ലേ അപ്പനാവുള്ളൂ. ശരിയാണോ അല്ലയോ? അല്ലേ? മക്കൾ ജനിച്ചാലേ അപ്പനാകത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി മനസ്സിലാക്കിക്കോ, യേശു ക്രിസ്തുവിന്
സ്വർഗസ്ഥ പിതാവ് മക്കളെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മക്കളെ പുതിയതായി സൃഷ്ടിച്ചത് ഒക്കെ കാൽവരി ക്രൂശിൽ വെച്ച. ആ കാൽവരി ക്രൂശിൽ വെച്ചാണ് യേശു ക്രിസ്തു നമുക്ക് അപ്പനായി മാറുന്നത്. കാൽവരി ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റപ്പോൾ അപ്പൻ മരിച്ചു. ഈ ഭൂമിയിൽ എല്ലാ അപ്പന്മാരെ മരിച്ചു പോയില്ലേ? അവരാരും അതുകൊണ്ട് എന്തല്ല, മക്കളെ ജനിച്ചപ്പോൾ അപ്പനാ. പക്ഷെ ആരും എന്തപ്പനല്ല, നിത്യ അപ്പൻ അല്ല. പക്ഷെ യേശു ക്രിസ്തു മരിച്ച ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇനി മരണത്തിന് യേശുവിൻ്റെ മേൽ ഒരധികാരവും ഇല്ല. യേശു നമ്മുടെ ആരായി മാറി? നിത്യ അപ്പനായി മാറി. ഇങ്ങനെ ഒരു പ്രവചനമുണ്ട്. എന്നാന്നറിയാമോ യേശുവിനെ കുറിച്ച്? അവൻ നിത്യ പിതാവേ എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് യേശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എഴുതി വെച്ചു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. യേശു ജനിച്ചിട്ടില്ല, 700 വർഷം മുമ്പാ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. എപ്പോ? ഭാവിയിൽ പെടും. നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇത് സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് ചേരുവോ? സ്വർഗസ്ഥ പിതാവിന് ഈ പ്രവചനം ചേരുവോ? സ്വർഗസ്ഥ പിതാവിനെ ഒരു നാളിൽ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടൂ എന്ന് പറഞ്ഞാൽ ചേരുവോ? സ്വർഗസ്ഥ പിതാവ് എന്നെന്നും സ്വർഗസ്ഥ പിതാവ് തന്നെ. മനസ്സിലായോ? പക്ഷെ ഈ ജനിക്കുന്ന ശിശു ഉണ്ടല്ലോ, ഈ ശിശുവിന് നിത്യപിതാവേ എന്ന് പേർ വിളിക്കപ്പെടും. ഈ പ്രവചനം എന്നൊക്കെ പറഞ്ഞ ഉത്സവപ്പറമ്പിലെ വാണം പോലെയാ. ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ ഒരാൾ പ്രതിഷ്ഠത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ വാണം അടിക്കണുണ്ടോ? വെടിക്കിട്ട് മനസ്സിലായി എന്താ ഈ വാണെന്ന് വെച്ചാൽ? വാണപ്പടക്കം. മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ പ്രവചനം. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് യേശയ്യാ പ്രവാചകനിലൂടെ ആ വാണത്തിന് തീ കൊടുത്തു. അങ്ങനെ ഈ വാണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു നാളിൽ ഈ ജനിക്കുന്ന ഒരു ശിശു ജനിക്കും. ആ ശിശുവിന് നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും. ഇതാ ആ വാണം അന്ന് മുതലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മുകളിലേക്ക്. യേശുക്രിസ്തു ജനിച്ചു, അപ്പോൾ നിത്യപിതാവ് എന്ന് പേരായില്ല. ശിശു ജനിച്ചിട്ടേ ഉള്ളൂ. 30 വർഷം ഇവിടെ ജീവിച്ചു, അപ്പോൾ നിത്യപിതാവ് എന്ന് പേരായിട്ടില്ല. എന്നാൽ കാൽവരി ക്രൂശിലെ യാഗത്തിൽ താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോ തന്റെ മരണത്തിലൂടെ താൻ മക്കളെ നേടി. മനസ്സിലായോ? തന്റെ മരണത്തിലൂടെ മക്കളെ നേടിയപ്പോൾ ആ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടു. തനിക്ക് പിതാവേ എന്ന് പേരായി. അപ്പോഴും നിത്യമായിട്ടില്ല കേട്ടോ. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോ ഈ മക്കളെ ജനിപ്പിച്ച ഈ വ്യക്തിയെ സ്വർഗസ്ഥ പിതാവ് എന്തെന്നറിയാമോ? മരണപാശങ്ങളെ അഴിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഇനി മരണത്തിന് അവന്റെ മേൽ യാതൊരു അവകാശവുമില്ല. അവൻ എന്നേക്കും നമ്മുടെ നിത്യപിതാവായി മാറി. മനസ്സിലായോ? സ്വർഗസ്ഥ പിതാവിന്റെ കീഴിൽ ആ നിത്യപിതാവായ ക്രിസ്തുവിനും നമുക്കും ഉള്ള, തനിക്ക് മുകളിൽ മറ്റൊരു പിതാവില്ലാത്ത പിതാവാണ് സ്വർഗസ്ഥ പിതാവ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇനി ഈ 2 കുടുംബത്തെക്കുറിച്ച്, താൽക്കാലിക കുടുംബവും നിത്യ കുടുംബവും, അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. ചിത്രത്തിലേക്ക് നോക്കിയാട്ടെ നിങ്ങൾ. അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. ഇപ്പൊ 2 കുടുംബം, താൽക്കാലിക കുടുംബത്തെ കുറിച്ച് കേട്ടു, നിത്യ കുടുംബത്തെ കുറിച്ച് കേട്ടു. ഇതാ താഴെ നിങ്ങൾക്ക് ചിത്രത്തിൽ താഴെ ഭൂമി കാണാം, മുകളിൽ സ്വർഗം കാണാം. പുതിയ യെരൂശലേമാണ് ഈ ക്യൂബ് രൂപത്തിൽ കാണിക്കുന്നത്. ഈ പുതിയ യെരൂശലേമാണ് നമ്മുടെ ഭാവിയിലെ വീട് കേട്ടോ. ഹല്ലേലൂയ. ഈ പുതിയ യെരൂശലേമാണ് ഭാവിയിലെ വീട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്ക് വിളി. ഇതാണ് നമ്മുടെ ദൈവത്തിന് വചനം. സ്വർഗീയ ഭൂമിയിൽ താമസിക്കുന്ന നിങ്ങൾക്ക് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. അപ്പോൾ നമ്മളിന്ന് താമസിക്കുന്ന ഈ ഭൂമിയിലാണ്. ഇതൊക്കെ താൽക്കാലിക കുടുംബമാണ്. ഇവിടെ ഉള്ളതൊക്കെ ഇതാണ് ഹ്യൂമൻ ഫാമിലി, മനുഷ്യ കുടുംബം എന്ന് എഴുതി വെച്ചേക്കണേ. താൽക്കാലിക കുടുംബം. മനസ്സിലായോ? ഈ കുടുംബത്തിൽ നോക്കിയ ഒരപ്പൻ, ഒരമ്മ, 2 മക്കൾ. ഇവരൊക്കെ താൽക്കാലികരാ. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉള്ളൂ. എല്ലാവരും ഇവിടെ മരിച്ചു പോകും. അപ്പൊ ഈ ഭൂമിയിലെ കുടുംബം, ഈ ഭൂമിയുടെ മുകളിൽ കണ്ടോ ഒരു ഭരണകൂടം കണ്ടോ? ഒരു ദൂതൻ നിൽക്കണുണ്ടോ? കറുത്ത ദൂതൻ, പിശാച് എഴുതിക്കണം, ഡെവിൾ. അതാണ് ലോകത്തിന്റെ ഭരണാധികാരി.
ഭൂമിയുടെ ഭരണാധികാരിയല്ല, ലോകത്തിൻ്റെ. ഭൂമിയുടെ ഭരണാധികാരി ഇവിടെ നമ്മൾ മോദി വാഴുന്നുണ്ട്, അമേരിക്കയിൽ ട്രംപ് വാഴുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തർ. അത് ഭൂമിയുടെ ഭരണാധികാരി, ഭൂമിയുടെ അല്ല. ഈ ഭൂമിയുടെ മുകളിൽ കാണാത്ത ആത്മമണ്ഡലമുണ്ട്, അതാണ് പൈശാചിക മണ്ഡലം, ഇരുൾ മണ്ഡലം. അതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത നമ്മളെ സംബന്ധിച്ച് അത് പിശാചാണ്. അവൻ ഈ അജ്ഞതയിൽ നമ്മളെങ്ങനെ ഇങ്ങനെ സൂക്ഷിക്കുകയാണ്, ഇരുട്ടിൽ സൂക്ഷിക്കുകയാണ്. വെച്ചാൽ അജ്ഞതയിൽ നമ്മളൊന്നും അറിയരുത്, സത്യം അറിയരുത്. എന്നാൽ യേശു ക്രിസ്തു വന്നത് സത്യം അറിയിക്കാനാണ്, സത്യത്തിന് സാക്ഷി നിൽക്കാനാണ്. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോൾ പിശാച് നമ്മളെ അറിവില്ലായ്മയിൽ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ യേശു യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് യേശു പറയുന്നത് ഞാനാണ് സത്യം. മനസ്സിലാകുന്നുണ്ടോ? പിശാച് ഇരുളായിട്ട് കാണും, ഇരുളിൻ്റെ അധികാരി. യേശു പറയുന്നു ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ നമ്മൾ അവസാനം എത്തേണ്ടത് പിതാവിൻ്റെ അടുക്കലാണ്. പക്ഷേ ഇന്നത്തെ സുവിശേഷം പ്രസംഗിച്ച് പിതാവ് പുറത്തുപോയി. കേട്ടിട്ടുണ്ടോ? പിതാവ് പുറത്തുപോയി ഇന്ന് സുവിശേഷം പ്രസംഗിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിത് മക്കളെ ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഇന്നത്തെ സുവിശേഷം പ്രസംഗിച്ച് ഇത് കണ്ടോ, പിതാവ് ഓൾമോസ്റ്റ് പുറത്തുപോയി. ഇതാണ് നമുക്ക് ഒരു തെളിവ്. ആരെങ്കിലും എതിര് പറഞ്ഞു നോക്കിയോ? ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള പാട്ടുപുസ്തകം എടുക്കുക. ഇതൊരു സിയാങ്ക് ഗിതാവലി എന്നൊരു പാട്ടുപുസ്തകം 12,000 പാട്ടുകളുണ്ടാവും. ഇന്ന് സുവിശേഷം പ്രസംഗിച്ച് ഇപ്പോൾ ഈ പാട്ടുപുസ്തകത്തിൽ കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരൻ നിർത്തി പാട്ടുകൾ എണ്ണിച്ചപ്പോൾ പിതാവിനെ കുറിച്ചുള്ള പാട്ട് 76 or 74 കണ്ടുള്ളൂ. പോട്ടെ, ഒരു 100 ഉണ്ടെന്ന് വിചാരിച്ചോ. 2000 പാട്ടുണ്ടെങ്കിൽ 100 ആണെങ്കിൽ എത്രയായി? എത്ര ശതമാനമായി? അത് നിങ്ങൾ ആദ്യം പോയി കണക്ക് പിടിച്ചിട്ടോ. 5% പോലും ഇല്ല, അല്ലേ? 5% താഴെയുള്ളൂ. അപ്പോൾ ഇത്രയും ശരിക്കും പറഞ്ഞാൽ അവസാനം എത്തിച്ചേരേണ്ടത് എവിടെയാ? പിതാവിൻ്റെ അടുക്കല. യേശു വന്ന് ആരെ വെളിപ്പെടുത്താനാ? പിതാവിനെ വെളിപ്പെടുത്താനാ. അപ്പം നമ്മൾ സുവിശേഷം അറിയിച്ച ആര് പുറത്തുപോയി? പിതാവ് പുറത്തുപോയി. അപ്പം നമ്മൾ സുവിശേഷം ഫലത്തിന് പകരം ഓപ്പോസിറ്റ് അല്ലേ പിടിക്കണേ? ഫലത്തെ കൃഷ്ണത്തെ തിരിച്ചറിയാനാണ് നമ്മളോട് പറഞ്ഞേക്കണേ. നേരെ ഓപ്പോസിറ്റാണ് പിടിക്കണേ. നിങ്ങൾ ശ്രദ്ധയോടെ കാര്യം മനസ്സിലാക്കുക. ബി പ്രാക്ടിക്കൽ. ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ ശ്വാസമൊക്കെ തീരും. കത്തോലിക്കനും തീരും, പെന്തക്കോസുകാരനും തീരും, മാർത്തോമക്കാരനും CSI കാരനൊക്കെ തീരും. കാരണം സ്വർഗത്തിൽ കത്തോലിക്കനില്ല, അറിയോ? പെന്തക്കോസുകാരനില്ല, CSI കാരനും ഇല്ല, മാർത്തോമക്കാരനും ഇല്ല. അവിടെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ജയം പ്രാപിച്ച ദൈവത്തിന്റെ അവകാശികളായ ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടുത്തെ കളിയെല്ലാം കഴിഞ്ഞാൽ അവിടെ ചെല്ലും. ഇവിടെ എന്ത് കളി വേണമെങ്കിലും കളിക്കാം. സത്യം പറഞ്ഞവനെ യേശുവിനെ കല്ലെറിയുന്ന പോലെ എറിഞ്ഞു കൊല്ലാം. പക്ഷെ ഒരു കാര്യമില്ല, അവർ മരിക്കത്തില്ല, അവരവരുടെ വീട്ടിൽ പോകും. സ്റ്റീഫനെ പള്ളിക്കാരനോട് കല്ലെറിഞ്ഞു കൊന്നു. സ്തേഫാനോസിന്റെ കാര്യം പറഞ്ഞേ. അപ്പൊ ഭൂമിയിലെ പള്ളിക്കാർ പറഞ്ഞു ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവൻ ഞങ്ങൾ പറഞ്ഞ പോലെ പറയണില്ലെന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്നു. സ്റ്റീഫനോട് പറഞ്ഞു പറയാം, വെൽക്കം. മനസ്സിലായോ? അപ്പോൾ ഭൂമിയിലെ പള്ളിയിൽ നിന്ന് തള്ളുന്നവനെ എങ്ങോട്ട് കയറ്റും? യേശു സ്വർഗീയ ഭവനത്തിലേക്ക് കയറ്റും. ഹല്ലേലൂയ. യേശുവിനെ പള്ളിക്കാർ തള്ളി. പിതാവ് എന്ത് ചെയ്തു? അവന് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തു. പിടുത്തം കിട്ടിയ ശരിക്കും നല്ലൊരു ഭാഗവും എതിരാണ് പോണത്. എതിര് കുറച്ച് ഭാഗമേ ഉള്ളൂ സത്യത്തിൽ നിൽക്കണം. സത്യത്തിൽ നിൽക്കുന്നവർ അവർക്ക് മിണ്ടാനുള്ള വോയിസ് ഇല്ലാത്ത പോലെ ആയിപ്പോയി. അപ്പൊ തിരിച്ചറിയുക, പിതാവിനെ പുറത്താക്കുകയാണ്. ഇത് നമ്മുടെ ഗ്രീറ്റിംഗ്സ് നോക്കിയേ, എല്ലാ ക്രിസ്തീയ ഗ്രീറ്റിംഗ്സും നോക്കിയേ. ഞാനിതൊന്നും നേരത്തെ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെ ബൈബിളിൽ ലേഖനങ്ങൾ കാണാം. എല്ലാ ലേഖനങ്ങളിലും ഗ്രീറ്റിംഗ്സ് തുടങ്ങുന്നത് സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിലാണ് ഗ്രീറ്റിംഗ്സ്. നമ്മൾ ക്രിസ്ത്യാനികളുടെ ഗ്രീറ്റിംഗ്സ് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? പിതാവിനെ ഒഴിവാക്കിയ. ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് വായിച്ചു സിസ്റ്ററെ, ഏതെങ്കിലും ഒരു ലേഖനം, ഫിലിപ്പി ലേഖനമോ കൊരിന്ത്യർ ലേഖനമോ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് വായിച്ചോ. ബാക്കിയൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കുക. അതായത് പിതാവ് പുറത്തേക്ക് പോയി. സുവിശേഷം പറഞ്ഞ് അവസാനം പിതാവ് പുറത്തേക്ക് പോയി. ഇതാ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഒരുത്തനെ മാറ്റി ചേർക്കാൻ കടലും കരയും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പറയും. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച് നരകയോഗ്യരാക്കും. അതാകരുത്. കാരണം നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ എത്തുവാനായിട്ട് ഇടയാകണം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ തോന്നും ഞങ്ങളുടെ കുറ്റം പറഞ്ഞെന്ന്. കുറ്റമല്ല, യാഥാർത്ഥ്യമായി പറയുന്നേ. നിങ്ങൾ ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിനെ ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ദൈവസന്നിധിയിൽ എത്തണം. വായിച്ചേ, ഏതെങ്കിലും പറഞ്ഞിട്ടെ. ഫിലിപ്പിയർ 1:2. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ശ്രദ്ധിച്ചേ, കേട്ടോ? ഇതാണ് ഒറിജിനൽ സംഭവം. ആദ്യം പിതാവ് വരും, രണ്ടാമത്
പുത്രൻ വരും. പിതാവ് കാരണഭൂതനാ, പുത്രൻ മുഖാന്തരമാണ്. കാരണഭൂതനെ ഒഴിവാക്കിയാൽ പിന്നെ നിലനിൽപ്പില്ല. അപ്പോൾ വ്യക്തതയോടെ തിരിച്ചറിയും. ഇനി എല്ലാ ലേഖനം വായിച്ചു നോക്കിയോ, നിങ്ങൾക്ക് ആദ്യം കാണാം പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ക്രിസ്തുവിൽ നിന്നും. ആ ഗ്രീറ്റിങ്സ് അങ്ങനെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് പിതാവിനെ മാറ്റി പുത്രനെ മാത്രം കൊണ്ടുവരരുത്. അത് യഥാർത്ഥത്തിൽ തെറ്റായ മറ്റൊരു സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് ഈ ജനം വളരാത്തെ, ജനം ലക്ഷ്യത്തിലെത്താത്തെ. അവർ ഇന്ന് ഇരുട്ടിലാണ്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഈ ഭൂമിയിലെ താൽക്കാലിക കുടുംബം, കാണുന്ന കുടുംബം, സ്വർഗത്തിൽ നമ്മൾ എങ്ങോട്ടേക്ക് വിളിച്ചോ അവിടുത്തെ കാണാത്ത നിത്യമായ കുടുംബം. ഇതാണ് സ്വർഗീയ കുടുംബം. ഇതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരേ. ലൂസിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരേ. അപ്പൊ ഇത് വ്യക്തതയോടെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. അപ്പൊ ഈ ഓഹരി നഷ്ടപ്പെടരുത്. ഈ ഓഹരി എനിക്ക് വേണം. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ഹൃദയശുദ്ധിയുള്ളവരെ ഈ ഓഹരി കിട്ടത്തുള്ളൂ. ഹൃദയശുദ്ധി എപ്പോഴും ശ്രദ്ധിച്ചോളണം. ജീവിതത്തിൽ ഏത് സമയവും നമ്മളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വിളി വിളിക്കുമ്പോൾ ഈ ഭൂമിയിലെ കുടുംബത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുക, കാരണഭൂതനാണ് പിതാവ്. അത് എനിക്ക് സി എന്ന് കേൾക്കുന്നുണ്ട്, കോസ് എന്നാണ് ഇംഗ്ലീഷിൽ. കാരണഭൂതൻ. ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ, അതാണ് മുഖാന്തരം. മീൻസ് മുഖാന്തരം. ഇത് മനസ്സിലാകുകയാണ്. സ്വർഗത്തിലെ ദൈവം പുരുഷനിൽ ഡിപ്പോസിറ്റ് ചെയ്ത ബീജം വിവാഹം കഴിഞ്ഞ് ഇവർ സ്നേഹം പങ്കിടുമ്പോൾ ആ ബീജം സ്ത്രീക്ക് കൈമാറ്റപ്പെടും. സ്ത്രീക്ക് കൈമാറ്റപ്പെടുമ്പോൾ ദൈവം മുഖാന്തരമായ സ്ത്രീയിൽ ഗർഭപാത്രം വെച്ചിട്ടുണ്ട്, സ്തനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും സ്ത്രീ മിടുക്കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല. ആ സ്ത്രീയുടെ അണ്ഡവുമായി ചേർന്ന് അതൊരു സൈഗോട്ടായിട്ട് തീരും, സിംഗിൾ സെല്ല്. അത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു എംബ്രിയോ, ഭ്രൂണമായിട്ട് മാറും. ആ ഭ്രൂണം ഏകദേശം 9 ആഴ്ചകൾ കൊണ്ട് വളർന്ന് കുഞ്ഞായിട്ട് മാറും. ഇതൊക്കെ നടക്കുന്നത് പുരുഷൻ്റെ ഉള്ളിലല്ല. പുരുഷന് ലൈസൻസ് കൊടുക്കുക എന്നുള്ള ജോലിയെ ദൈവം കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നടക്കുന്നത് സ്ത്രീയുടെ ഉള്ളിലാണ്. ഇത് നടക്കുന്നതനുസരിച്ച് സ്ത്രീയുടെ ബ്രസ്റ്റിൽ ദൈവം വെള്ള ദ്രാവകം നിറയ്ക്കും. ശരീരം മുഴുവൻ ചുവന്ന ദ്രാവകം, രക്തം. എന്നാൽ അതിൽ മുട്ടാതെ ദൈവം വെള്ള ദ്രാവകം നിറയ്ക്കും. അത് സ്ത്രീക്ക് കുടിക്കാനല്ല, കുഞ്ഞ് വളരുന്നുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞ്, ദൈവം ഒരുക്കിയ കുഞ്ഞകത്ത് വളരുന്നുണ്ട്. ആ കുഞ്ഞിന് കുടിക്കാൻ, വളരാനുള്ള എല്ലാ പോഷകങ്ങളും സമ്പുഷ്ടമായ, സമ്പൂർണമായ ആ വെള്ളദ്രാവകം, അതിൻ്റെ പേരാണ് പാല്, അമ്മിഞ്ഞ പാല് നിറയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ കുഞ്ഞ് പുറത്തു വരും. അതുവരെയും ഈ സ്ത്രീ ഒന്നും ചെയ്യണ്ട, മര്യാദയ്ക്ക് നടന്നാൽ മതി. കുഞ്ഞിനെ ദൈവം വളർത്തിക്കോളും. മനസ്സിലായോ? അപ്പോൾ നമ്മളില്ലാതെ ദൈവത്തിന് വളർത്താൻ പറ്റും എന്നുള്ളതിന് തെളിവാണ്. നമ്മളൊന്നും ചെയ്യണ്ട. സ്ത്രീ അപ്പിയെടുക്കണ്ട, കുളിപ്പിക്കണ്ട, ഒന്നും ചെയ്യണ്ട. എല്ലാ കാര്യവും ദൈവം തന്നെ, ദൈവത്തിൻ്റെ സിസ്റ്റം ചെയ്യും. ദൈവം, നമ്മൾ ആദ്യം കേട്ടല്ലോ, നമ്മുടെ ദൈവം സിസ്റ്റത്തിൻ്റെ ദൈവമാണ്. ദൈവത്തിൻ്റെ സിസ്റ്റം മൊത്തം അത് ചെയ്യാനായിട്ട് ഇടയാകുക. തുടർന്ന് ആ സ്ത്രീക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, കുഞ്ഞ് പുറത്തേക്ക് തള്ളപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നടക്കുന്ന മൊത്തം മുഖാന്തരത്തിലൂടെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഈ ബീജം കൊടുക്കുന്ന വ്യക്തിയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, കാരണഭൂതൻ. ഈ കുഞ്ഞ് പ്രോസസ് ചെയ്യുന്ന വ്യക്തിയാണ് മുഖാന്തരം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇതാണ് ഭൂമിയിലെ കുടുംബം. ഇതേപോലെ സ്വർഗത്തിലെ കുടുംബമുണ്ട്. ഈ സ്വർഗത്തിലെ കുടുംബത്തിൽ പുരുഷന് പകരം കാരണഭൂതൻ സ്വർഗസ്ഥ പിതാവാണ്. സ്വർഗീയ കുടുംബത്തിൽ മുഖാന്തരത്തിന് പകരം ദൈവപുത്രനായ ക്രിസ്തുവാണ്. എന്നാൽ ഈ അറിവ് എല്ലാവർക്കുമില്ല. ഇതാദ്യം തിരിച്ചറിയണം. നിങ്ങൾക്കറിയാമല്ലോ, സ്വർഗത്തിൽ ഭൂമിയിലേക്ക് ഉള്ളതുപോലെ ഒരു സ്വർഗത്തിലൊരു പോരായ്മയുണ്ട് ഭൂമിയിലെ കുടുംബമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അവിടെ സ്ത്രീ കഥാപാത്രങ്ങളില്ല. മനസ്സിലായോ? സ്ത്രീ കഥാപാത്രങ്ങളില്ല. ഈ ധൂർത്തപുത്രൻ്റെ കഥയിലെ പോരായ്മ എന്താ അറിയോ? കമൻ്റ് എഴുതിക്കോ. എന്താണ് പോരായ്മ? അമ്മയില്ല. മനസ്സിലായോ? അമ്മയില്ല. സ്വർഗത്തിലെ ഒരു ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പോരായ്മയാണ്, അവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല. പക്ഷെ മുഖാന്തരമുണ്ട്.
സ്ത്രീക്ക് പകരം, മുഖാന്തരത്തിന് പകരം, ഭൂമിയിൽ സ്ത്രീയാണ് മുഖാന്തരമെങ്കിൽ സ്വർഗത്തിൽ പുത്രനാണ്, വചനമായ ക്രിസ്തുവാണ് മുഖാന്തരം. പിടുത്തം കിട്ടിയ? പക്ഷേ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. അതുകൊണ്ടാണ് ഈ 4-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ടിലൊക്കെ ഈ ത്രിയേകമൊക്കെ ഉണ്ടാക്കി എടുത്തത്. ഈ അറിവ് എല്ലാവർക്കും ഇല്ല. അപ്പോൾ നമുക്ക് ഈ അറിവ് ബൈബിളിൽ നിന്ന് എടുത്താലോ? ഓക്കെ. അപ്പോൾ ഈ സ്വർഗത്തിൽ തണ്ട പിതാവ് ഒരു സിംഹാസനത്തിരിക്കുന്നു, കോസ് എഴുതിക്കുന്നു, പുത്രൻ വലതുഭാഗത്ത് നിൽക്കുന്നു, മീൻസ് മുഖാന്തരം. ഇത് സ്വർഗത്തിലാണ്. ഇതുകൊണ്ടാണ് പുത്രൻ എപ്പോഴും നമ്മൾ സ്വർഗത്തിൽ കാണുമ്പോൾ ഈ സിംഹാസനത്തിൽ കയറി ഇരിക്കാതെ വലതുഭാഗത്ത് നിൽക്കണേ. കാരണം സിംഹാസനത്തിൽ ആരുണ്ട്? നമ്മുടെയൊക്കെ പോലെയൊക്കെ വീട്ടിലും ഭർത്താവിനെ മാറ്റിയിട്ട് ഭാര്യ കയറി ഇരിക്കണ പോലെ ഒന്നും ഇരിക്കത്തില്ല. ഭർത്താവ് ഇരിക്കുകയാണെങ്കിൽ ഭാര്യ ഒന്ന് സൈഡിൽ നിൽക്കും. ഇത് എൻ്റെ വീട്ടിലൊരു മുമ്പിലൊരു കസേര ഇട്ടിട്ടുണ്ട്, ഒരു ചാര് കസേര. ഞാൻ പലപ്പോഴും വൈകിട്ടാകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രം അവിടെ പോയി നിൽക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാണ്ട് എൻ്റെ ഭാര്യ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് സൈഡിലെ കസേരയിലേക്ക് മാറും. അത് ഞാനവിടെ ഇരിക്കും. അപ്പം ഞാനവിടെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരത്തി അവിടെ വന്നിരിക്കാൻ വരത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, സ്വർഗസ്ഥ, നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവ് സിംഹാസനത്തിൽ ഇരിക്കണതാണ്. ക്രിസ്തു അവിടെ നിൽക്കണേ, ആ വലതുഭാഗത്ത് നിൽക്കണതാണ് കുഞ്ഞാട്. പ്രഥം കിട്ടിയ മുഖാന്തരം. അല്ല, അധികാരം ഇല്ലാഞ്ഞിട്ടല്ല, വലതുഭാഗം എന്ന് കാണിക്കുന്നത് പിതാവ് കഴിഞ്ഞാൽ ഈ വ്യക്തിത്വമാണ് ഏറ്റവും വലിയ അധികാരി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സെക്കൻഡ് ഇൻ കമാൻഡർ ഓഫ് ദി യൂണിവേഴ്സ്. ഈ ലോകത്തിലെ കമാൻഡറാണ്, രണ്ടാമനായ കമാൻഡർ. പിതാവ് കഴിഞ്ഞാൽ പുത്രനാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് പിതാവിനൊപ്പത്തിനൊപ്പം അല്ല. പിതാവിനൊപ്പത്തിനൊപ്പം അസ്തിത്വത്തിലൊപ്പത്തിനൊപ്പമാണ്. ദൈവം എന്ന സ്ഥാനത്ത് ഒപ്പത്തിനൊപ്പമാണ്. എന്നാൽ അധികാരം മറ്റുള്ളതിലൊക്കെ പിതാവിൽ നിന്ന് താഴെയാണ്. ഇതുകൊണ്ട് യേശു പറയുന്നത് പിതാവ് എന്നേക്കാൾ വലിയവനാണ്. ഇതാണ് യേശു പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, പിതാവ് ചെയ്ത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിതാവിൻ്റെ തലയാണ്. അപ്പോൾ ഇതൊക്കെ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിലെ കമ്മിറ്റി മീറ്റിങ്ങിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതിനൊപ്പത്തിനൊപ്പം കൂടെ കയറ്റി വെച്ചു. ഇതാണ് ഇന്ന് ദൈവരാജ്യം നമ്മൾ അറിയാതിരിക്കാൻ പിശാച് വെച്ച വലിയ ഇരുട്ട്. ഇതാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ വെളിച്ചമെന്ന് പറയുന്നത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. പക്ഷെ കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിച്ചിരിക്കും. പിന്നെ നിങ്ങൾ വെളിച്ചമെന്ന് ചിന്തിക്കുന്നത്, ഇരുട്ടിനെ കയറിയാണ് വെളിച്ചമെന്ന് ചിന്തിക്കുന്നതെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയതാണ്. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്ക് ഇതുമായിട്ടുള്ള ബന്ധത്തിലൊരു വചനം വായിക്കാം. 1 കൊറിന്ത്യൻസ് 8-ാം അധ്യായം 5-7. ഇതാണ് സ്വർഗീയ കുടുംബത്തിലെ കാരണബോധന മുഖാന്തരവും. 1 കൊറിന്ത്യൻ 8-ാം അധ്യായം 5-7. എന്നിട്ട് അതിൻ്റെ 7-ാം വാക്യം വായിക്കാം. ആദ്യം, ഈ അറിവ് എല്ലാവർക്കും ഇല്ല, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. അപ്പൊ ഈ അറിവ് കിട്ടുമ്പോഴാണ് പ്രകാശം കിട്ടുന്നത്. ഏതറിവ്? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ആ ഭാവിയും അത് നമ്മൾ എങ്ങനെ എത്തിച്ചേരും എന്നുള്ള അറിവ് കിട്ടുമ്പോഴാണ് നമുക്ക് പ്രകാശം ഉദിക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ വചനം. അവിടെ എഴുതിയിരിക്കുകയാണ്, എൻ്റെ 7-ാം വാക്യം, എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. അപ്പൊ എല്ലാവരിലും ഇല്ലാത്ത അറിവ് ഏതാണ്? അതിന്റെ 5 മുതൽ വായിച്ച്. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. കേട്ടോ? ബൈബിൾ അപ്പൊ ഏത് ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്? ത്രിയേക ദൈവത്തെ കുറിച്ചാണ്, ഏക ദൈവത്തെ കുറിച്ചാണോ പറയണത്? ഏക ദൈവത്തെ കുറിച്ച്. ഹല്ലേലൂയ. എല്ലാവരിലും ഈ അറിവില്ല. സ്ക്രീനിൽ വന്നില്ലേ? Lord, I love you. Father, we thank you, we give you glory. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് അതിൻ്റെ 7-ാം വാക്യത്തിൽ, എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. അപ്പൊ ഈ അറിവില്ലെങ്കിൽ ഇരുട്ടില്ല, ആള് ഇരുട്ടില്ല. പിശാച് അജ്ഞതയിൽ മനുഷ്യനെ കൊടുക്കുന്നു. എല്ലാവരിലും ഈ അറിവ് ഇല്ല. റജിബേർ നോക്കിയേ, എല്ലാവരിലും ഈ അറിവ് ഇല്ല. അറിവില്ലെങ്കിൽ ആൾ ഇരുട്ടില്ല.
എന്താണ് എല്ലാവരിലും ഇല്ലാത്ത അറിവ്? അതിൽ 5 മുതൽ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങളെന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. മനസ്സിലായോ? മലയാളത്തിൽ ദേവന്മാർ എന്നാ തെറ്റാട്ടോ. ഇംഗ്ലീഷ് വായിച്ചു തൊട്ടുപുറത്ത് ദൈവം എന്നാണ്, ദൈവങ്ങൾ എന്നാണ്. എബ്രായ ഭാഷയിലെ എലോഹീം, ഗ്രീക്ക് ഭാഷയിൽ തിയോസ്, ദൈവം എന്നാണ്. ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്നു പേരുള്ളവർ അനേകരുണ്ടെന്ന് വരികിലും പിതാവായ ത്രിയേകദൈവം അല്ല, ഏകദൈവമേ നമുക്ക് ഉള്ളൂ. ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇതൊന്നും ഒരു പള്ളിയിലും വായിക്കത്തില്ല, ഒരു പള്ളിയിലും വായിക്കത്തില്ല. നിങ്ങളുടെ കയ്യിലെ ബൈബിളിലുള്ള ഇതൊക്കെ ഇരുട്ടി നിർത്തിയിരിക്കുക, ജനത്തെ ഇരുട്ടി നിർത്തിയിരിക്കുക. കാരണം പിശാചിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നല്ലൊരു പങ്കാളിലും മാറിയിരിക്കുക. പിശാചാണ് ഇരുട്ട് കൊണ്ടുവരുന്നത്, അജ്ഞത. കർത്താവ് പറയുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി. ഇന്ന് നിങ്ങൾ അറിഞ്ഞോ സത്യം? പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ആ പിതാവിനെ കുറിച്ച് എന്താ ബൈബിൾ പറയണേ? താഴേക്ക്. പിതാവ് സകലത്തിനും കാരണഭൂതനും. അപ്പൊ പിതാവാരാ? നമ്മളിപ്പോ എന്തിനുള്ള യാത്രയാ? കാരണഭൂതനെയും മുഹാന്തരത്തെയും കണ്ടുപിടിക്കാനുള്ള യാത്രയാ സ്വർഗീയ കുടുംബത്തിലെ. അപ്പൊ പിതാവാരാ അവിടെ? സകലത്തിനും കാരണഭൂതൻ, കോസ്. അതായത് എല്ലാം ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. ആരംഭിക്കുന്ന ആളെയാണ് കാരണഭൂതൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് യാക്കോബ് 1:17 പറയുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞവരുമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു. ഈ ആരംഭിക്കുന്ന ആളെയാണ് കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാരണഭൂതൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ സത്യം സ്വതന്ത്രമാക്കിയോ? ഇനി യേശുവിനെ കുറിച്ച് അറിയണ്ടേ? ആ പിതാവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കാൻ. അതാണ് യേശു ജീവിച്ചത്. യേശു പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. താഴേക്ക്. നാം ദൈവത്തിനായി ജീവിക്കേണ്ടതുമാകുന്നു. അപ്പൊ യേശു ജീവിച്ചതുപോലെ നമ്മൾ ഈ അപ്പന് വേണ്ടി ജീവിക്കേണ്ടതുമാണ്. ഇനി അടുത്തത് യേശുക്രിസ്തുവിനെ കുറിച്ച്. ഞങ്ങൾക്ക് അനേകർ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക മനസ്സിന്റെ ഉള്ളിലെ. അപ്പൊ യേശു ആരാ? അപ്പൊ യേശു ആരാ? തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, വായിക്കേ. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. ആ, യേശുക്രിസ്തു ഏക കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു പേരല്ല കേട്ടോ. എപ്പോഴും തിരിച്ചറിഞ്ഞോളാം. ഈ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ പേരാണോ? അതൊരു ടൈറ്റിലല്ലേ? ഇതുപോലെ കർത്താവ് എന്ന് പറഞ്ഞാൽ പേരല്ല, ടൈറ്റിലാ. പലരും ചിന്തിക്കണേ കർത്താവ് എന്ന് പറഞ്ഞാൽ ഉടനെ യേശു വന്ന. അയ്യോ, അങ്ങനെയൊന്നുമല്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ ഹെഡ് എന്നാണ് അതിന്റെ അർത്ഥം. ക്യൂരിയോസ്, അഡോണായ്. ക്യൂരിയോസ് ഗ്രീക്കിൽ, അഡോണായ് എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ഹെഡ് എന്നാണ് അതിന്റെ അർത്ഥം. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ പേരാണോ? രാജാവ് എന്ന് പറഞ്ഞാൽ പേരാണോ? മന്ത്രി എന്ന് പറഞ്ഞാൽ പേരാണോ? അല്ല, ഇതൊക്കെ ടൈറ്റിലാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിൽ മാത്രമാണ്. യേശുവിനെ കർത്താവ് എന്ന് വിളിക്കും, പിതാവിനെ കർത്താവ് എന്ന് വിളിക്കും, അബ്രാഹത്തിനെ കർത്താവ് എന്ന് വിളിക്കും, തോട്ടത്തിലെ യജമാനെ കർത്താവ് എന്ന് വിളിക്കും. മനസ്സിലായോ? ബൈബിൾ നോക്കിയതൊക്കെ കർത്താവാ. അപ്പോ ഇവിടെ പറയാണ് യേശുക്രിസ്തു എന്ന ഒരു തലവൻ നമുക്കുണ്ട്, കർത്താവ് നമുക്കുണ്ട്. ഈ കർത്താക്കന്മാരുടെ മുകളിൽ കർത്താക്കന്മാരുണ്ട്. ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. എന്നിട്ട് പറയാണ് താഴേക്ക്, യേശുക്രിസ്തു മുഖാന്തരം സകലവും. യേശുക്രിസ്തു മുഖാന്തരം, കാരണഭൂതനല്ല. യേശുക്രിസ്തു മുഖാന്തരം സകലതും. യേശുക്രിസ്തു മുഖാന്തരം നാമുമാകുന്നു. മനസ്സിലായോ? യേശുക്രിസ്തു മുഖാന്തരം സകലതും. യേശുക്രിസ്തു മുഖാന്തരം നാമുമാകുന്നു. അപ്പൊ എല്ലാം ആരാണ് മുഖാന്തരം? ക്രിസ്തുവാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണഭൂതൻ ആരാണ്? സ്വർഗസ്ഥ പിതാവാണ്. അപ്പൊ സ്വർഗീയ കുടുംബത്തിൽ കാരണഭൂതൻ സ്വർഗസ്ഥ പിതാവും മുഖാന്തരം യേശുക്രിസ്തുവാ. ഭൂമിയിലെ കുടുംബത്തിൽ കാരണഭൂതൻ പിതാവും മുഖാന്തരം മാതാവുവാ. പിടുത്തം കിട്ടിയാ? ഈ അറിവ് എല്ലാവർക്കും ഇല്ലല്ലോ. ഇന്നുണ്ടായില്ലേ? സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. ഹല്ലേലൂയ. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. ഇത് സ്വതന്ത്രമായാലേ നമുക്ക് ഭൂമിയിലെ കുടുംബത്തിൽ നിന്ന് സ്വർഗീയ കുടുംബത്തിലേക്ക് വിളിയാ. നമുക്ക് സ്വർഗീയ കുടുംബത്തിൽ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെയാണ് വിളിക്കണേ. നമ്മളെ ആ കുടുംബത്തിലേക്ക് വിളിക്കുമ്പോൾ നമ്മളെ ആരായിട്ടാണ് വിളിക്കണേ? ദൈവത്തിന്റെ മക്കളും മുഖാന്തരമായ ക്രിസ്തുവിന്റെ സഹോദരന്മാരും, അതുകൊണ്ട് പിതാവിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ തിരിച്ചറിയാതെ ക്രിസ്തീയ ജീവിതം നടത്തിയിട്ട് എന്ത് കാര്യമുള്ള എൻ്റെ പൊന്നുമക്കളെ? ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു പ്രകാശം ഉദിച്ചു. നിങ്ങൾക്ക് ഉദിച്ചോ? ഉദിച്ചോ? ഇനിയും ഉദിക്കാനുണ്ട്, ഉദിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്രയാകാം, അതിനായി എഴുന്നേക്കാം. ക്രിസ്തുവിൻ്റെ പിന്നാലെ നമുക്ക് യാത്രയാകാം, അതിനായി എഴുന്നേക്കാം. ലോകം വിട്ട് നമുക്ക് ഇതൊരു യാത്രയാണ്. ക്രിസ്തീയ ജീവിതം നമുക്ക് ഒരുമിച്ച് യാത്രയാകാം. ഇതൊരു മേരിയമ്മച്ചിയുടെ കഥ പോലെ ആകരുത്. മനസ്സിലായോ? ഇതൊരു കഥയായി തീരുത്. യാഥാർത്ഥ്യമാണ്. ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തു 25-ലധികം പ്രാവശ്യം നമ്മളോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക.
എന്നെ അനുഗമിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ക്രിസ്തുവെ അനുഗമിച്ച് നമുക്ക് യാത്രയാകാം. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദേവദാസന്മാർ ഒരാൾ മുന്നോട്ടേക്ക് വന്നാട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എന്നപ്പൻ്റെ അടുക്കലേ യാത്രയെങ്കിൽ സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട് പിതാവിനോടും പുത്രനോടും ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എന്നപ്പനോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണീ. കാത്തിരിക്കുന്ന എന്നപ്പനോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണീ. കണ്ണുകളടച്ച് തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ, ക്രിസ്തുവാകുന്ന വഴിയിലൂടെ, ക്രിസ്തുവാകുന്ന സത്യം ധരിച്ച് നമുക്ക് ആ ജീവൻ പ്രാപിച്ചുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് യാത്രയാകാം. അതിന് തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് സുബോധം ലഭിച്ചു. നാം കേട്ടു, ഇരുട്ടിൽ നിന്ന് ജനം വലിയ വെളിച്ചം കണ്ടു. സുവിശേഷ വെളിച്ചം യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വെളിപ്പെട്ട പിതാവിനെ യേശു കർത്താവ് വെളിപ്പെടുത്തി. പിതാവ് നമ്മോടുകൂടെ ഒന്നായി തീരുവാൻ ആഗ്രഹിക്കുന്നു. മാനസാന്തരപ്പെട്ട നാം ദൈവത്തിലേക്ക് തിരിയുവാൻ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സ്വർഗത്തിലെ പിതാവാണെന്നുള്ള സത്യം തിരിച്ചറിയിച്ച ക്രിസ്തുവിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. മരണമുള്ള മനുഷ്യരിൽ നിന്നും മരണമില്ലാത്ത കുടുംബത്തിലേക്ക്, സ്വർഗീയ കുടുംബത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ആ സ്വർഗീയ വിളിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ദൈവത്തിനൊക്കെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഈ ലോകത്തോടുകൂടെ മരണത്തിനിരയായിത്തീരേണ്ടവരല്ല, നശിച്ചു പോകേണ്ടവരല്ല. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, സ്വർഗീയ വിളിയിലേക്ക് വിളിച്ചതിനായി നമുക്ക് നന്ദി പറയാം. കേട്ട വചനം മുഴുവനും ഭൗമിക ലോകത്തിൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതിനെക്കുറിച്ചല്ല യേശു കർത്താവ് പഠിപ്പിച്ചത്. യേശു കർത്താവ് പഠിപ്പിച്ചത് ഇതെല്ലാം പിതാവിനറിയാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പൻ്റെ കരങ്ങൾ കൊടുക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാവോ? സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തു മുഖാന്തരം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ യേശു കർത്താവിനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു.